Hi all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹെഡ്സ് ഓഫ് ഇൻകത്തിലെ ഏറ്റവും മെയിൻ ഹെഡായിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ HEBP. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൊരു ഓവർവ്യൂ നോക്കാം. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്ന ഡെഫിനിഷൻസ് വരുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ബിസിനസിന്റെ ഡെഫിനിഷൻ. സോ ബിസിനസ് എന്താണെന്നുള്ളത്. ദെൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 36 പ്രൊഫഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 11 ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. Then PGBP chargeability വരുന്നത് സെക്ഷൻ 2 സെക്ഷനാണ്. സെക്ഷൻ 28 ആണ് മെയിനായിട്ട് വരുന്നത്. In certain profit chargeable to tax as per section 28 എന്ന് പറയുന്നത്. That means section 41 പ്രകാരം ചില ഇൻകം നമ്മൾ എന്താണ് PGBP ചാർജ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ PGBP കമ്പ്യൂട്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടേഷൻ വരുന്നത് സെക്ഷൻ 29. സെക്ഷൻ 28 ഒന്നുമല്ല പറയുന്നത്. സെക്ഷൻ 32 43D യൂസ് ചെയ്താണ് 28 പ്രകാരം ബിസിനസ്സിന് എന്ത് ഇൻകം കമ്പ്യൂട്ട് ബിസിനസ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 29. ദെൻ ഡിഡക്ഷൻ, സ്പെസിഫിക് ഡിഡക്ഷൻസ്. സോ അതിൻ്റെ അണ്ടറിൽ സെക്ഷൻ 30 നമ്മൾ ഡിസ്കസ് ചെയ്യും. സെക്ഷൻ 31, ദെൻ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡിപ്രീസിയേഷൻ അകത്ത് തന്നെ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എൻഹാൻസ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നതാണ് സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A. ദെൻ സെക്ഷൻ 32 സബ്സെക്ഷൻ 2 അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ്റെ സെനാരിയോ. ദെൻ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രീസിയേഷൻ വരുമ്പോഴെല്ലാം നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സെനാരിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് വരുന്നത് സെക്ഷൻ 43 സബ്സെക്ഷൻ 1. ദെൻ സെക്ഷൻ ഡിപ്രീസിയേഷനോട് ബന്ധപ്പെട്ടാണ്. ദെൻ സെക്ഷൻ 32AD. ദെൻ സെക്ഷൻ 33AB. സോ 33AB നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ബിസിനസ് ഇതിനകത്ത് അഗ്രികൾച്ചറിനകത്ത് പഠിച്ചിട്ടുള്ള റൂൾ 7A 7B സെഗ്രിഗേഷൻ അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഇൻകം വരുന്ന കേസിൽ റൂൾ 8. സോ ഇത്രയും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ബിക്കോസ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതെങ്ങനെ രണ്ടും നമുക്ക് അതവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 7A 7B 8. ദെൻ സെക്ഷൻ 33ABA and section 33ABA. Then section 35, so very important section. Then section 35AD. 35AD specified business section. Then section 35CCA. Then section 35CCC. Then section 35CCD. Then section 35D. Section 35D. Then section 35DDA. Then section 35E. Then ഇതിനകത്തുള്ള വരുന്നുണ്ട് സെക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 36 സബ്സെക്ഷൻ 1 അതിൽ 3-4 ക്ലോസസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ സെക്ഷൻ 37 അല്ലെങ്കിൽ സെക്ഷൻ 37 സബ്സെക്ഷൻ 1. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ സ്പെസിഫിക് ഡിഡക്ഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ then specific
disallowance. Specific disallowances വരുന്നത് section 37 subsection 2b, then section 38 partly used for business, partly personal. Correct ആയിട്ട് എത്രയാണ് ആ പെർസെൻറ്റേജ് എത്രയാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന സെക്ഷനാണ് section 38. then section 40a I 40a 1a 40a 2 40a 2b 40a 3 40a 4 40a 5 then 40a 40 capital A subsection 2. So unreasonable excessive payments to relatives അല്ലെങ്കിൽ related parties എന്നുള്ള scenario ആണ്. then 40a3. so cash payment in excess of 10,000. ഒരു ദിവസം ഒരാൾക്ക് 10,000 കൂടുതൽ ക്യാഷ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അഗ്രിഗേറ്റ് എമൗണ്ട് ഒരാൾക്ക് കൊടുക്കുന്ന അഗ്രിഗേറ്റ് എമൗണ്ട് 10,000 കൂടുതലാണെങ്കിൽ ഡിസലവൻസ് എന്ന് പറയുന്ന സെക്ഷനാണ്. then അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ കൂടെ ഉണ്ട് 40a3a then 40a7 40a9 then section 43b. okay. so 43b then നമുക്ക് വേറെ കുറച്ച് അഡീഷണൽ സെക്ഷൻസ് പ്രിസംപ്റ്റീവ് സെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. then section 43ca ഉണ്ട്, section 43a ഉണ്ട്, ഫ്ലക്ച്വേഷൻ ഫോറിൻ എക്സ്ചേഞ്ച് ഫ്ലക്ച്വേഷൻ്റെ ആണ് 40a. then section 43d then നമ്മുടെ section 44aa ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, section 44ab tax audit section, section 44ad section 44ada then section 44ae. okay. so 44ad ഇതെല്ലാം എന്താണ് പ്രിസംപ്റ്റീവ് സെക്ഷൻസ് ആണ്, പ്രിസംപ്റ്റീവ് സെക്ഷൻസ് ആണ്. then നമുക്കൊരു അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ഫേമിന്റെ ഒരു സെക്ഷൻ കൂടെ വരുന്നുണ്ട്. ഫേമിനാണെങ്കിൽ ഫേമിന്റെ പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷനും ക്യാപിറ്റൽ ഇൻട്രസ്റ്റും കൊടുക്കുന്ന സെനാരിയോയിൽ സെക്ഷൻ 40b. സോ ഇത്രയാണ് നമുക്ക് മേജറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻസ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, PGBP-യിൽ ഡിസ്കസ് ചെയ്യുന്ന സെനാരിയോസ് നമുക്ക് ഇത്രയും സെക്ഷൻസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സെക്ഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ഹെഡാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹെഡാണ്. സോ നമുക്ക് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമുക്ക് സ്ട്രേറ്റ് അവേ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ നമുക്ക് ഫസ്റ്റ് സെക്ഷൻ നമ്മൾ വന്നിരിക്കുന്നു എന്താണ്. സോ നമ്മൾ ബിസിനസ്സിന്റെ വലിയ കാര്യങ്ങൾ കാണുന്നു. ബിസിനസിന്റെ ഡെഫിനിഷൻ. ബിസിനസ് 2 subsection 13 പ്രകാരം ബിസിനസ് ഇൻക്ലൂഡ്സ് എനി ട്രേഡ് കൊമേഴ്സ് or manufacture or any adventure in the nature of trade, commerce or manufacture. Okay, so that means normally നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിൽ, എനി ട്രേഡ്, കൊമേഴ്സ്, മാനുഫാക്ചർ മീൻസ് എന്താണ്, നമ്മൾ വിൽപ്പനയും വാങ്ങലും എല്ലാം നടത്തുന്നതിന് നോർമലി എല്ലാം എന്താ പറയാം, എനി അഡ്വഞ്ചർ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ഓർ മാനുഫാക്ചർ. സോ ബിസിനസ് നെസസറിലി മീൻസ് കണ്ടിന്യൂസ് എക്സസൈസ് ഓഫ് ആൻ ആക്ടിവിറ്റി അല്ലേ. സോ നമുക്ക് നോർമൽ സെൻസിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുക, സെയിൽ നടത്തുക, പിന്നെ പർച്ചേസ് ചെയ്യുക, സെയിൽ നടത്തുക, അതിനാണ് നോർമൽ സെനാരിയോ ബിസിനസ് എന്ന് പറഞ്ഞാൽ. Nevertheless, profit from a single venture in the nature of trade may also be. Okay, so കുറച്ചുകൂടെ ബ്രോഡായിട്ട്, അതായത് ഒരൊറ്റ ട്രാൻസാക്ഷൻ തന്നെ അതൊരു ബിസിനസിന്റെ ട്രേഡ്, കൊമേഴ്സ്, സിംഗിൾ വെഞ്ചർ ഇൻ ദ നേച്ചർ ഓഫ് ട്രേഡ് നേച്ചറിൽ വരുന്ന ഒരൊറ്റ ട്രാൻസാക്ഷൻ നടന്നുള്ള അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് എന്താണ്, സെക്ഷൻ 2 subsection 13 പ്രകാരം അത് ബിസിനസ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ പ്രൊഫഷൻ, സെക്ഷൻ 2 subsection 36. Profession requires purely intellectual skills, manual skills, or on the basis of some special knowledge, learning, qualification gathered through past training or experience. Okay, chartered accountant എല്ലാം എക്സാമ്പിൾ ആണ് അതിന്. Lawyer, professional skills can be acquired only after patient study in a particular system, college, university, etc. and application. Okay, so that means experience. നമ്മൾ ഒരു chartered accountant കേസ് ആണെങ്കിൽ എക്സാം പാസ് പ്ലസ് 3 years ആർട്ടിക്കൽഷിപ്പ് എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യുന്ന അതിനുശേഷം നമ്മൾ എന്താണ് മാറുന്നത്, ഒരു പ്രൊഫഷണൽ. പ്രൊഫഷൻ ഇൻക്ലൂഡ്സ് വൊക്കേഷൻ ഓൾസോ. ഓക്കെ, വൊക്കേഷൻ ഇംപ്ലൈസ് നാച്ചുറൽ എബിലിറ്റി ഫോർ പേഴ്സൺ ടു ഡു സംതിങ് പർട്ടിക്കുലർ വർക്ക്. സിംഗിങ്, ഡാൻസിങ്. സോ നാച്ചുറൽ എബിലിറ്റി ആണത്, നന്നായിട്ട് പാട്ട് പാടുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ നമുക്ക് നാച്ചുറൽ എബിലിറ്റി. അതും പ്രൊഫഷൻ വൊക്കേഷനും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു, പ്രൊഫഷൻ ഇൻക്ലൂഡ്. ഓക്കെ, സോ
Vacation is different from hobby. Vacation is different from hobby. Vacation must have earning feature. Okay, hobby means doesn't mean earning. Okay, vacation means ഒരു നല്ല സിംഗർ ആണ്, ഹി ഈസ് ചാർജിങ് ഫോർ ഒരു 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 പർട്ടിക്കുലർ ഇവന്റിന് അയാൾ പാട്ട് പാടുന്നെങ്കിൽ അയാൾ ചാർജ് ചെയ്യുന്നെങ്കിൽ എന്താണ്, അയാളുടെ ഒരു വൊക്കേഷനാണ്, അയാളുടെ ഒരു പ്രൊഫഷനാണ് എന്ത് ആ സിംഗിങ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് അയാൾ എന്ത് ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, ഇൻകം ഏൺ ചെയ്യുന്നു. ഓക്കെ, so however it is not material where a person having business or profession or vocation, since the purpose of assessment profit from all of these three class taxed alike. Okay, so ellam endana or adana profit and gains of business or profession. That means business means any trade, commerce or manufacture or adventure or concern in the nature of trade, commerce or manufacture. So idingane normally continuous at ee activities cheyyumbana nammal business ennu parayunnathu, but certain cases il endana or single venture ഒരു ട്രാൻസാക്ഷൻ നടന്നു, ഒരു ട്രേഡ് കൊമേഴ്സ് നേച്ചറിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ അതിൽ ആ ഒരു ഇൻകം നമ്മൾ എവിടെയാണ് സെക്ഷൻ 28 തന്നെ ചാർജ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ 2 സബ്സെക്ഷൻ 13 പ്രകാരം എന്താണ് ആ സിംഗിൾ ട്രാൻസാക്ഷൻ പോലും എന്തിന്റെ നേച്ചറിൽ വരും, ബിസിനസ്. ഓക്കെ, സോ നെക്സ്റ്റ് 2 സബ്സെക്ഷൻ 36 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പ്രൊഫഷൻ. ദെൻ വൊക്കേഷൻ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ പ്രൊഫഷൻ. ഇത് അത് ബിസിനസ് ആണോ പ്രൊഫഷൻ ആണോ വൊക്കേഷൻ ആണോ ഒന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് head itself is profit and gains of business or profession. Profession include vocation also. Okay, then section 145 method of accounting ആണ്. So IFRS le pole thanne income from other sources le pole thanne income chargeable under the head shall be computed in accordance with the method of accounting regularly or consistently employed by the assessee, either cash or mercantile system. So companies and books of accounts keep ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഈ പർട്ടിക്കുലർ ഹെഡിൽ നമ്മൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ എന്താണ് ആ ഒരു അസസി ക്യാഷ് സിസ്റ്റമോ അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റമോ ഏതാണോ ഡബിൾ എൻട്രി സിസ്റ്റം ഏതാണോ ഫോളോ ചെയ്യുന്നത് അത് ആ സിസ്റ്റം യൂസ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സെക്ഷൻ 145 പ്രകാരം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇൻകം കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് മെത്തഡ് ഓഫ് അക്കൗണ്ടിങ് ഏതാണോ അസസി റെഗുലർലി ഫോളോ ചെയ്യുന്ന അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 28. സോ ഏതൊക്കെ ഇൻകം ആണ്, ഫോളോയിങ് ഇൻകം ഷാൽ ബി ടാക്സ്ഡ് അണ്ടർ ദ ഹെഡ് PGBP. Any profit or gains of business or profession. We already പറഞ്ഞു കഴിഞ്ഞു business എന്താണ്, profession. Sale of import entitlement license, scratch compensatory support to duty drawback. Okay, so any profit and sale of PPV, okay, duty free replacement certificate, etc. Any amount received under Keyman insurance policy, any gift benefit perquisite arising due to business or profession. Okay, so business il ninno profession il ninno aanu enikku gift allengil perquisite additional benefit kittunnengil എന്താണത്, ബിസിനസിന്റെ ഇൻകം ചാർജിങ്. ബിസിനസ് ഇൻകം സെക്ഷൻ 28 പ്രകാരം ഇൻട്രസ്റ്റ് ഇവിടെ ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഇൻട്രസ്റ്റ്, സാലറി, ബോണസ്, കമ്മീഷൻ റിസീവ്ഡ് ബൈ പാർട്ണർ ഫ്രം എ പാർട്ണർഷിപ്പ് ഫേം ടു ദ എക്സ്റ്റെന്റ് അലൗഡ് അണ്ടർ സെക്ഷൻ 40B. ഓക്കെ, സോ 40B എത്രത്തോളം നമുക്ക് ഇൻട്രസ്റ്റ് നമ്മൾ ഇതിനെ ഡിസ്കസ് ചെയ്യും, സാലറി അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുന്നു അത്രത്തോളം നമുക്ക് എന്താവും ആ പാർട്ട്ണർ അസോസിയേറ്റ് നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടോട്ടലിംഗ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് ആ കിട്ടുന്നത്, ബിക്കോസ് ഈ ഓൾറെഡി ഈ പറയുന്ന ഇൻട്രസ്റ്റും ഇത് 40B മീൻസ് എന്താണ്, നമുക്ക് ഫേമിന്റെ P&L ഡെബിറ്റ് ചെയ്യാം. സോ ഫേമിന്റെ P&L ഡെബിറ്റ് ചെയ്താൽ വേറൊരു ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പാർട്ട്ണർക്ക് അത് ഇൻപുട്ട് വരും. അത് എവിടെയാണ് വരുന്നത്, സോ സാലറി എന്നോ അല്ലെങ്കിൽ ബോണസ് എന്നൊക്കെയാണ് കമ്മീഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഉടനെ തന്നെ സെക്ഷൻ 15 ഇൻവോക്ക് ചെയ്ത് സാലറിയിലല്ല അത് ടാക്സ് ചെയ്യുന്നത്. എന്നാൽ സെക്ഷൻ 28 പ്രകാരം എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ്. ഇനി ഇൻട്രസ്റ്റ്, ഓക്കെ, ഇൻട്രസ്റ്റ് നമ്മൾ നോർമൽ ഇൻട്രസ്റ്റ് ഒക്കെ IFRS ആണ് ചാർജ് ചെയ്യുന്നത്. ബട്ട് ഫേമിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ റെമ്യൂണറേഷനോ സെക്ഷൻ 28 പ്രകാരം എവിടെയാണ് ടാക്സ് ചെയ്യുന്നത്, അണ്ടർ ദ ഹെഡ് PGBP. നോൺ കോമ്പീറ്റ് ഫീ, നോട്ട് ക്യാരിങ് ഓഫ് എനി ആക്ടിവിറ്റി ഇൻ റിലേഷൻ ടു ബിസിനസ് ഓർ പ്രൊഫഷൻ ഓർ ഷെയറിംഗ് നോ ഹൗ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, എക്സെട്ര. ഓക്കെ, സോ ഞാനൊരു പ്രൊഫഷണലായിരുന്നു. ഞാൻ വിരമിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും എൻ്റെ വേറെ എൻ്റെ തൊട്ടടുത്ത് വേറൊരാൾ ഇതേ പ്രൊഫഷൻ ചെയ്യുന്നുണ്ട്. അയാൾ എനിക്കൊരു ലംസം എമൗണ്ട് കൊണ്ടുവരാണ്, ഇനി ഇവിടെ പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്യരുത്, ഈ ഏരിയയിൽ ചെയ്യരുത് എന്ന് പറയുന്നത് അതും നമ്മൾ എന്തായിട്ടാണ്, നോട്ട് ടു ക്യാരി എനി പ്രൊഫഷൻ ഓൾസോ കവേർഡ് അണ്ടർ സെക്ഷൻ 28 will be taxed under section 28. That means profit and gains under business or profession. Income derived from trade, professional, similar association from specific services from its members. Okay. Inventory as on so converted into fair market of inventory as on the date on which it is converted into capital assets. Okay, so 43C നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അതാണ് ഇങ്ങനെ പറയുന്നത്. Any compensation or other payment received from any person or in connection with termination or modification of terms and conditions any attract relating to his business. Okay,
ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടെർമിനേഷനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ എല്ലാം നമ്മളെ ഇവിടെ നിന്ന് അട്രാക്ട് ചെയ്യുന്നത് സെക്ഷൻ 28 ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നോർമലി എന്താണ് സെക്ഷൻ 28 പ്രകാരം PGBP അണ്ടറിൽ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. Next one, speculative business. Speculation business. It means a transaction in which contract for the purchase or sale of any commodity, including stocks and shares, is periodically or ultimately settled otherwise than by actual delivery or transfer of the commodity or steps. Okay, so that means actual delivery നടക്കാതെ എന്താണ് പറയുന്ന പോലെ പർച്ചേസ് ഓഫ് കമ്മോഡിറ്റി സ്റ്റോക്സോ അല്ലെങ്കിൽ സെല്ലിംഗ് ഓഫ് കമ്മോഡിറ്റി സ്റ്റോക്സിനെ എന്ത് പറയുന്നത് സ്പെക്കുലേഷൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഓക്കെ, സോ ഈ പറയുന്ന ട്രാൻസാക്ഷൻ സ്പെക്കുലേറ്റീവ് ബിസിനസ് ആയിട്ടല്ല. ഹെഡ്ജിംഗ് കോൺട്രാക്ട് ഇൻ റെസ്പെക്ട് ഓഫ് റോ മെറ്റീരിയൽസ് ഓർ മെർക്കൻഡൈസ് ഓർ സ്റ്റോക്സ് ആൻഡ് ഷെയർസ്. ഫോർവേഡ് കോൺട്രാക്ട് ട്രേഡിംഗ് ഇൻ ഡെറിവേറ്റീവ് ത്രൂ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ട്രേഡിംഗ് ഇൻ commodity derivatives through recognized association etc. ഇതെല്ലാം എന്താണ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ ആയിട്ടല്ല കണക്കാക്കുന്നത്. ദെൻ നോക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്, സ്പെക്കുലേറ്റീവ് ബിസിനസ് ഷാൽ ബി ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്ട് ബിസിനസ്. ഓക്കെ, സോ നമുക്കൊരു നോർമൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, എനിക്കൊരു സ്പെക്കുലേറ്റീവ് ബിസിനസ് ഉണ്ടെങ്കിൽ സോ നമ്മൾ ഹെഡിൽ വരുന്നത് 28 തന്നെ, ബട്ട് എന്തിനാണ് നമുക്ക് ചാർജ് ചെയ്യുന്നത് PGBP അണ്ടറിൽ തന്നെ, ബട്ട് എന്തായിരിക്കണം നമ്മളതിൽ സോ എനിക്ക് ഇത്രയും സ്പെക്കുലേറ്റീവ് ഇൻകം ഉണ്ട് എന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഡിസ്റ്റിങ്ക്ട് ബിസിനസ് ആയിട്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്നതാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്നുള്ളത്. സോ അത് നോർമൽ ബിസിനസ് അതിനിടയിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് സെപ്പറേറ്റ്. ഓക്കെ, നോർമൽ ബിസിനസ് ഒരെണ്ണം ഉണ്ട്, സോ അതിനെ കണ്ടുപിടിച്ചു. സ്പെക്കുലേറ്റീവ് ബിസിനസ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കരുത്തില്ല, സെപ്പറേറ്റ് നമ്മൾ എന്താണ് ഡിസ്റ്റിങ്ക്ട് ബിസിനസ് ആയിട്ട് കാണിക്കണം. ഓക്കെ, ദെൻ കമ്പ്യൂട്ടേഷൻ അണ്ടർ of PGBP section 29, computation of PGBP section 29. Okay, so section 29 ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് PGBP ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ PGBP are computed in accordance with provisions contained of section 30 മുതൽ 43 D വരെ പറയുന്ന പ്രൊവിഷൻസ് അപ്ലൈ ചെയ്താണ്, അല്ലെങ്കിൽ in accordance with provisions ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെക്ഷൻ 29 പ്രകാരം എന്ത് കണ്ടുപിടിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അണ്ടർ ദ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്. ഓക്കെ, profit and gains of business or profession. Okay, or profit and gains from business or profession. Then നോക്കുക, സോ ഇതിനകത്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ admissible deduction. സോ സെക്ഷൻ പറയുന്നത് സെക്ഷൻ 30 to 37 സബ്സെക്ഷൻ എന്ന് പറയുന്നത്. then inadmissible deductions. So another 37 subsection 2b മുതൽ സെക്ഷൻ 40 ൽ പറയുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. സെക്ഷൻ 40A to 40A3 വരെ അല്ലെങ്കിൽ 43B വരെയുള്ള കാര്യങ്ങൾ എല്ലാം പറയാം. സെക്ഷൻ 40 then up to സെക്ഷൻ 43B. okay, ആണ് ആക്ച്വൽ പേയ്മെന്റ് ബേസിസിൽ കിട്ടുന്ന അതുവരെയുള്ള. then others ആയിട്ടുള്ള സെക്ഷൻ 43 CA, സെക്ഷൻ 43A, സെക്ഷൻ 43D ഒക്കെ പറയാം. others. okay, so 43D. okay, so section 30 to 43D ഇത് വെച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സെക്ഷൻ 44AB അല്ലെങ്കിൽ 44AA മുതൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതൊന്നും അതെല്ലാം എന്താണ്, സോ ടാക്സ് ഓഡിറ്റ് വേണോ അല്ലെങ്കിൽ എങ്ങനെ അത് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. സോ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് വേണ്ടതാണ് സെക്ഷൻ 30 to 43D ആണ്. അതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് ആസ് പെർ സെക്ഷൻ 29. okay, as per section 29. then section 30 first one നമ്മൾ സ്റ്റാർട്ടിങ് എവിടെയാണ് സെക്ഷൻ 30 ആണ്. rent rates, repairs and insurance of building. okay, so section 30 പറയുന്നത് section 30 expenses in connection with building. okay, ഒരു ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചർ. സോ അലൗഡ് അല്ലെ, അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ മീൻസ് നമുക്ക് ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ നമ്മളൊരു ഇൻകം PGBP ഇൻകം കണ്ടുപിടിക്കും. PGBP കണ്ടുപിടിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താണ് ഡിഡക്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അതിൽ ഡെബിറ്റ് വരാം, എന്തൊക്കെ വരാം എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, റെന്റ്, rates and taxes,
റിപ്പയർസ്, റെന്റ്. നമുക്ക് നോക്കാം. ഈ ബിസിനസ് ഞാനാണ് ഈ ബിസിനസ് ചെയ്യുന്നത് വെച്ചാൽ സെക്ഷൻ 28 ബിസിനസ് ഞാനാണ് ഓണർ. ഓണർ എങ്കിൽ എനിക്ക് എന്തുണ്ടാകില്ല, ആ എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് എന്താണ് റെന്റ് കൊടുക്കില്ല, അല്ലെങ്കിൽ ഇമ്പ്യൂട്ടഡ് റെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നുമില്ല. ഞാൻ ഓണർ ആണെങ്കിൽ എന്തായിരിക്കും, എനിക്ക് റെന്റ് നോട്ട് അലൗഡ്. റെന്റ് കൊടുക്കുന്നുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി പറ്റില്ല. ഞാൻ റെന്റിന് എടുത്തിട്ട് ഷുഡ് ബി ആൻ എഗ്രിമെന്റ്. ദെൻ റൈറ്റ്സ് ആൻഡ് ടാക്സസ്, ഓക്കെ. ദെൻ ആൻഡ് ഇൻഷുറൻസ്, ഓക്കെ. റൈറ്റ്സ് ആൻഡ് റിപ്പയർസ്, ഇൻഷുറൻസ്. Then rates and taxes. So നമ്മുടെ ബിസിനസ് നടത്താൻ വേണ്ടി വരുന്ന ടാക്സസ്, റേറ്റ്സ് എല്ലാം എന്താണ് അലൗഡ് ആണ്. Then repairs, okay. Repairs തന്നെ രണ്ട് രീതിയിൽ വരും, okay. Current repairs, capital, okay. Current repairs അല്ലെങ്കിൽ revenue repairs, current repairs അല്ലെങ്കിൽ revenue repairs. Then capital repairs, okay. Capital repairs. സോ കറണ്ട് റിപ്പയർസ്, നമുക്കൊരു ജസ്റ്റ് ഒരു സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ ബിൽഡിങ്ങിനാണ്. സോ ഒരു ബിൽഡിങ്ങിന് ഒരു സെനാരിയോ പറയാം. ഇപ്പോൾ കറണ്ട് റിപ്പയർസും ക്യാപിറ്റൽ റിപ്പയർസും എടുക്കുന്ന എമൗണ്ടിന്റെ ബേസിസിലല്ല. സോ ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയി എന്ന് പറഞ്ഞ ഒരിക്കലും അത് ക്യാപിറ്റൽ റിപ്പയർ ആണ്. അല്ലെങ്കിൽ ഒരു 1 lakh അല്ലെങ്കിൽ 5 lakh rupees ഉണ്ട് എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ റിപ്പയർ ആകത്തില്ല. സോ കറണ്ട് റിപ്പയർസ്. സോ ഞാൻ എൻ്റെ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഓഫീസ് പ്രീമൈസ് ഫുള്ള് ടൈൽ ഇടുകയും ഫുള്ള് വില കൂടിയ കർട്ടൻ ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് കറണ്ട് റിപ്പയർസ് ആണ്. അത് P&Lലാണ് വരുന്നത്, കറണ്ട് റിപ്പയർസ്, ഓക്കെ. സോ കറണ്ട് റിപ്പയർസ് അല്ലെങ്കിൽ റവന്യൂ റിപ്പയർസ് എന്ന് വേണമെങ്കിൽ പറയാം. കറണ്ട് റിപ്പയർസ് അല്ലെങ്കിൽ റവന്യൂ റിപ്പയർസ്. സോ ഞാനൊരു അഡീഷണൽ ആയിട്ടൊരു മുറി കൂടെ പണിഞ്ഞു എന്ന് പറയാൻ എന്താണ്, അത് ക്യാപിറ്റൽ റിപ്പയർസ് ആണ്. സോ ക്യാപിറ്റൽ റിപ്പയർസ് നമ്മൾ എന്താണ് സെക്ഷൻ 30 പ്രകാരം ഡെബിറ്റ് ചെയ്യുമല്ല, അല്ലെങ്കിൽ അലൗഡ് എക്സ്പെൻഡിച്ചർ അല്ല ഇവിടെ. ബട്ട് എവിടെ കിട്ടും, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് അസറ്റിൽ ആഡ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ കിട്ടും, അല്ലേ. സോ കറണ്ട് റിപ്പയർസ് അലൗഡ് ആണ്, ക്യാപിറ്റൽ റിപ്പയർസ് നോട്ട് അലൗഡ്. ഇൻഷുറൻസ്, ഓക്കെ. സോ ബിൽഡിങ്ങിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന നമ്മൾ എന്താണ്, ബിസിനസിന് സ്മൂത്ത് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ച് ബിൽഡിങ്ങിന് കേടുപാടുകൾ പറ്റിയാൽ എന്താണ്, എന്റെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എന്താണ് ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്താണ് ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടണം. സോ എന്റെ ബിസിനസിന്റെ സ്മൂത്ത് വേണ്ടി എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത്. സോ ആ പേ ചെയ്യുന്ന എമൗണ്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് അലൗഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണ്. സോ ദാറ്റ് മീൻസ് റെന്റ് ഓണർ ആണെങ്കിൽ റെന്റ് വരില്ല, റേറ്റ്സ് ടാക്സസ് വരും. റിപ്പയർസിന് എന്താണ് കറണ്ട് റിപ്പയർസ് അല്ലെങ്കിൽ റവന്യൂ റിപ്പയർസ് വരും, ക്യാപിറ്റൽ റിപ്പയർസ് വരുന്നില്ല. ബിക്കോസ് ക്യാപിറ്റൽ റിപ്പയർസ് അല്ലാതെ ക്യാപിറ്റൽ ഫിക്സഡ് അസറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം നമുക്ക് എന്താണ് സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇൻഷുറൻസ് പ്രീമിയം എന്താണ്, നമ്മുടെ ബിസിനസ്സിന് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം എന്തിനു വേണ്ടിയാണ്, ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയാണ്. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഫയറോ അല്ലെങ്കിൽ ആക്സിഡന്റ് എക്സ്പ്ലോഷനോ മൂലം എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ യൂസബിൾ അല്ലാതെ മാറിക്കഴിഞ്ഞാൽ ഉടനെ എന്താണ് എനിക്ക് പുതിയത് ചെയ്യാൻ പറ്റില്ല. അതിനുപോലെ എനിക്ക് എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യണം. ആ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത് എന്തായിട്ട് എടുക്കാൻ എനിക്ക് അലൗഡ് ആണ്, ഓക്കെ. സോ ദെൻ വേറെ ഒരു സെനാരിയോയില് ഞാൻ ഇത് റെന്റിന് എടുത്തിരിക്കുകയാണ് ബിൽഡിംഗ്. സോ റെന്റിന് ബിൽഡിംഗ് എടുത്തിട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. ഒന്നുകിൽ റെന്റിന് ബിൽഡിംഗ് എടുത്തിട്ട് ബിസിനസ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ പ്രൊഫഷൻ ആണെങ്കിൽ റെന്റ് വരും, റേറ്റ്സ് ആൻഡ് ടാക്സസ് വരും, റവന്യൂ റിപ്പയർസ് വരും, ക്യാപിറ്റൽ റിപ്പയർസ് എന്താണ് നോട്ട് അലൗഡ് ആണ്. അവിടെ ഇൻഷുറൻസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അലൗഡ് ആണ്, ഓക്കെ. സോ ഇൻഷുറൻസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ടെനന്റ് ആയിട്ടാണെങ്കിൽ ഇൻഷുറൻസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അലൗഡ് ആണ്, ഓക്കെ. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഓണർ ആണെങ്കിൽ ഇമ്പ്യൂട്ടഡ് റെന്റ് അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ബിൽഡിങ്ങിന് വേറൊരു സ്ഥലത്ത് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇത്ര റെന്റ് ആയിന് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ആ ഒരു ഇമ്പ്യൂട്ടഡ് റെന്റ് അതൊരു സംഭവം ഇതിനകത്തില്ല. ഇൻകം ടാക്സിൽ നമ്മുടെ ഇവിടെ സെക്ഷൻ 30 പ്രകാരം നമുക്കത് അലോ ചെയ്യില്ല. അതുകൊണ്ട് റെന്റ് ഡിസലൗഡ്, ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 31 expenses in connection with plant and machinery and furniture, okay. So plant and machinery and furniture. So നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, repairs, insurance, okay. Repairs, insurance, okay. Repairs, insurance. Then നമുക്ക് നോക്കാം ഓണർ ആണെങ്കിൽ റിപ്പയർസ് രണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റവന്യൂ റിപ്പയർസ്,
കറണ്ട് ക്യാപിറ്റൽ റിപ്പയർസ്. ഓക്കെ, സോ നമ്മൾ ഓണർഷിപ്പ് സെനാരിയോ ആണെങ്കിൽ ഓണർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് റവന്യൂ, എന്താണ് ഈ റവന്യൂ റിപ്പയറും ക്യാപിറ്റൽ റിപ്പയറും? ദാറ്റ് മീൻസ് ഒരു മെഷീനറി, ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള റിപ്പയർസ് ആണെങ്കിൽ അതിന് എന്ത് പറയാം? ക്യാപിറ്റൽ റിപ്പയർ ആണ്. അതെവിടെ നമ്മൾ ആഡ് ചെയ്യും? ഫിക്സഡ് അസറ്റിലാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് അതിനുശേഷം നമുക്ക് ഫിക്സഡ് അസറ്റ് ആഡ് ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത്? ഫിക്സഡ് അസറ്റ്. അതിനുശേഷം സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ. സോ റവന്യൂ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം, ഒരു ഫിഗർ വെച്ചിട്ടല്ല, ഞാനൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്. സോ അതിനകത്ത് ഒരു 5 വർഷം കൂടിയപ്പോഴത്തേക്കും എൻ്റെ എനിക്ക് 10-100 മെഷീനറി അല്ലെങ്കിൽ 10,000 മെഷീനറീസ് ഉണ്ട്. അതിന് നട്ടും ബോൾട്ടും എല്ലാം കൂടെ മാറി, ഒറ്റടിക്ക് മാറി എന്ന് വിചാരിക്കുക. സോ ഒരു 5 lakh ഫിഗർ അല്ലെങ്കിൽ ഒരു 10 lakhs എല്ലാം കൂടെ ചേർത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ 10 lakh ഉണ്ട്, ഉടനെ ക്യാപിറ്റൽ നേച്ചർ ആയിട്ടുള്ള റിപ്പയർസ് ആണ് എന്നല്ല. നമ്മുടെ ആ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുന്നത് ഒരു മോൾഡ്, അതിന്റെ ഒരു പ്രത്യേക മോൾഡ്, അതില്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല, അത് ന്യൂ ആയിട്ട് വെച്ചാൽ എന്താണ്? അതൊരു ക്യാപിറ്റൽ റിപ്പയർസ് ആണ്. റവന്യൂ റിപ്പയർസ് എന്താണ്? അലൗഡ് ആണ്. ദെൻ എന്താണ്? ഫർണിച്ചർ അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടി ഇൻഷുറൻസ് എന്താണ്? സോ അത് ഡാമേജ് ആവുകയാണെങ്കിൽ ബിസിനസിന് സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബിൽഡിങ്ങിന്റെ കേസിൽ റെന്റ്. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ റെന്റിന് എടുക്കുകയാണ്. റെന്റിന് എടുത്തു. ഇത് ബിസിനസ് പർ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ മാത്രം യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കണ്ടോ ഇൻഷുറൻസും എന്തുവാണ്? റിപ്പയർസിൽ തന്നെ റവന്യൂ റിപ്പയർസ് മാത്രമേ എന്തിൽ കവർ ചെയ്യുന്നുള്ളൂ? സെക്ഷൻ 3. സോ ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്കി, എന്റെ ബിസിനസിന് വേണ്ടി ഞാനൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചർ റെന്റിന് എടുത്തു. അത് എന്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ പ്രൊഫഷനോ മാത്രം ഞാൻ യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിലും ഇത് എന്തിൽ അട്രാക്ട് ചെയ്യത്തില്ല? സെക്ഷൻ 30 കിട്ടില്ല. സോ ഇതിനുവേണ്ടിയാണ് നമ്മൾ എന്താണ് സെക്ഷൻ 37 സബ്സെക്ഷൻ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ് മീൻസ് എന്താണ്? പ്യൂർലി എൻറ്റയർലി ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, സോ അത് എന്താണ്? പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അല്ല, ബിസിനസ്സിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, ഇല്ലീഗൽ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം എവിടെ കിട്ടും? എക്സ്പെൻഡിച്ചർ അലൗഡ് ആണ്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഒരിക്കലും നമുക്ക് റെന്റ് പേഡ് അല്ലേ? സോ നമുക്ക് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് തോന്നും എന്താണ് ഈ മെഷീനറി അല്ലെങ്കിൽ ഈ ഫർണിച്ചർ എടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി മാത്രം റെന്റിന് എടുത്താണെങ്കിൽ പോലും എന്താണ്? സെക്ഷൻ 31 ഡിഡക്ഷൻ കിട്ടില്ല. സോ നമുക്ക് എവിടെയാണ്? 31 അഡ്മിസിബിൾ അല്ല. സോ എവിടെയായിരിക്കും നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്? സെക്ഷൻ 37 സബ്സെക്ഷൻ 1. സോ അതിനകത്ത് വരുന്ന കണ്ടീഷൻ നമുക്ക് പിന്നീട് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 30 ബിൽഡിങ്ങിന്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടും? റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, ഇൻഷുറൻസ്, റിപ്പയർസ് ആൻഡ് ഇൻഷുറൻസ്. ഓക്കെ, സോ റിപ്പയർസിൽ റവന്യൂ റിപ്പയർസ് അല്ലെങ്കിൽ കറണ്ട് റിപ്പയർസ് മാത്രം. 31 പ്ലാന്റ് ആൻഡ് മെഷീനറി അല്ലെങ്കിൽ ഫർണിച്ചറിന്റെ കേസിലാണെങ്കിൽ റിപ്പയർസും ഇൻഷുറൻസും. റിപ്പയർസ് അവിടെയും എന്താണ്? റവന്യൂ റിപ്പയർ അല്ലെങ്കിൽ കറണ്ട് റിപ്പയർസ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. ക്യാപിറ്റൽ റിപ്പയർസ് എല്ലാം എന്താണ്? ഫിക്സഡ് അസറ്റിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് സെക്ഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ കിട്ടും. ഓക്കെ, then very important section 32 depreciation. Section 32 depreciation. Okay, condition to claim depreciation: asset should be used for the purpose of business or profession. Okay, active business or profession. Purpose active agam, passive agam. Assessee should be owner wholly or partly. Depreciation, depreciation in assessee is beneficial owner. In case of lease, depreciation is always claimed by lessor, whether finance lease or operating lease. CBDT circular ആണ്. Then in case of hire purchase, assessee gets ownership only after the payment of last installment, but he can claim depreciation from beginning, assuming assessee is the owner from the beginning. Depreciation of asset partially owned by assessee shall be allowed to him to the extent of share in the asset. In case of standby machinery, emergency spares, the depreciation shall be allowed even if the spares are ready, even if the spares are ready for use, not put to use. Okay, so just on നോക്കാം depreciation scenario. Okay, so section 32 പ്രകാരം depreciation മാൻഡേറ്ററി ആണ്. ഓക്കെ, മാൻഡേറ്ററി ആയിട്ട് ക്ലെയിം ചെയ്യാനാണ്. സോ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടീഷൻസ് 2 കണ്ടീഷനാണ് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ്. യൂസേജ്, ഓണർഷിപ്പ്. സോ നോക്കാം. യൂസേജ്, ഇറ്റ് ഷുഡ് ബി, യൂസേജ് എന്ന് പറയുന്നതാണ്
it should be used for the purpose of business. Used for the purpose of business. ശരിക്കും ശ്രദ്ധിക്കണം. It should be used for the purpose of business. Do entire financial year അല്ലെങ്കിൽ previous year fully യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. It should be used for the purpose of business. That means ഒരു ദിവസം ബിസിനസ്സിന് യൂസ് ചെയ്താലും ആ പറയുന്ന അസറ്റ് ഡിപ്രീസിയേഷന് എലിജിബിൾ ആണ്. ദെൻ യൂസേജ് എന്താണ്? ആക്റ്റീവ് ആകാം അല്ലെങ്കിൽ പാസീവ് യൂസേജ് ആകാം. ആക്റ്റീവ് യൂസേജ് ആകാം അല്ലെങ്കിൽ പാസീവ്. ആക്റ്റീവ് മീൻസ് എന്താണ്? ബിസിനസിന്റെ പർപ്പസിന് യൂസ് ചെയ്തു. പാസീവ് ഓക്കെ. സ്റ്റാൻഡ് ബൈ മെഷീനറി. ഓക്കെ. സോ ഇതിന്റെ മീനിങ് എന്താണ്? അതായത് ഒരു പർട്ടിക്കുലർ മെഷീനറി, അതാണ് ഞാനൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻ. അതിന് ഒരു മിനിറ്റ് പോലും വർക്ക് ചെയ്യാതിരുന്നാൽ എൻ്റെ എൻറ്റയർ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ ആ ഒരു പർട്ടിക്കുലർ മെഷീനറിക്ക് എന്താണ്? സോ അത് ഡാമേജ് ആയാൽ, അത് വർക്ക് ചെയ്യാതെ വന്നാൽ ഉടനെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡ് ബൈ ആയിട്ടൊരു മെഷീനറി വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ 1920 ഒരു ദിവസം പോലും യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഒരു കേടുപാടുകളും സംഭവിച്ചില്ല, ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല. ഒരു ദിവസം പോലും യൂസ് ചെയ്തില്ലെങ്കിലും എന്താണ്? സ്റ്റാൻഡ് ബൈ മെഷീനറി. സോ അതെന്ത് സംഭവിച്ചു? അതിനുവേണ്ടി അല്ലെ യൂസ് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിന്നു സ്റ്റാൻഡ് ബൈ മെഷീനറി. അങ്ങനെ ഒരു ദിവസം പോലും യൂസ് ചെയ്യും. സ്റ്റാൻഡ് ബൈ മെഷീനറി ഒരു ദിവസം പോലും യൂസ് ചെയ്തില്ല എങ്കിലും എന്ത് ചെയ്യും? ഡിപ്രീസിയേഷന്. സോ പാസീവ് യൂസ്. ശ്രദ്ധിക്കണം, സ്റ്റാൻഡ് ബൈ മെഷീനറി ആയിരിക്കണം. അല്ലാണ്ട് ഇടയ്ക്കത് റെന്റിന് കൊടുത്തു, കുറച്ച് ദിവസം റെന്റിന് വിട്ട് തിരിച്ചു വന്നു, അങ്ങനെയാണെങ്കിൽ പറ്റില്ല. സോ സ്റ്റാൻഡ് ബൈ മെഷീനറി എന്തായിരിക്കണം? സ്റ്റാൻഡ് ബൈ മെഷീനറി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? എലിജിബിൾ ഫോർ ക്ലെയിമിംഗ്. അല്ല, ഒരു ദിവസം പോലും യൂസ് ചെയ്യില്ല, ബട്ട് ഇറ്റ് ഈസ് എ സ്റ്റാൻഡ് ബൈ മെഷീനറി, ദെൻ എലിജിബിൾ ഫോർ ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32. സോ സെക്കൻഡ് സെനാരിയോ ഇതാണ്. ആൻഡ് സോ യൂസേജ് എന്താണ്? പ്രീവിയസ് ഇയറിൽ എപ്പോഴെങ്കിലും യൂസ് ചെയ്താൽ മതി. അതുകൂടാതെ സ്റ്റാൻഡ് ബൈ മെഷീൻ ആക്റ്റീവ് ആകാം, പാസീവ് ആകാം യൂസ്. ദെൻ ഓണർഷിപ്പ് ഒരിക്കലും എന്താണ്? രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാൻഡേറ്റ് ചെയ്യുന്നില്ല. സംടൈംസ് നമ്മളൊരു എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ ഒരു ബിസിനസ് അറിയാം, പല കാര്യങ്ങൾക്കാകാം. ഒരു വെഹിക്കിൾ എന്നെടുത്തൊന്ന് വിചാരിക്കാം. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എന്താണ്? ഹയർ പർച്ചേസ് സെനാരിയോ ആണെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? രജിസ്റ്റേർഡ് ഓണർഷിപ്പ് കിട്ടുള്ളൂ. ബട്ട് ആക്ച്വലി എന്താണ്? പൊസഷൻ, ഞാൻ എൻ്റെ ബിസിനസ്സിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. പൊസഷൻ എനിക്കാണെങ്കിൽ എന്താണ്? സെക്ഷൻ 32ന്റെ പർപ്പസിന് എന്താണ്? ഐ ആം ദ ഓണർ. ഓക്കെ. സോ ഇവിടെ ഇതാണ് രജിസ്റ്റേർഡ് ഓണർഷിപ്പ്. ഒരു വെഹിക്കിൾ വാങ്ങിച്ചു, ബിസിനസ് ഒരു ട്രാൻസ്പോർട്ടേഷൻ ആയിട്ടുള്ള വെഹിക്കിൾ വാങ്ങിച്ചു, ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. സോ രജിസ്ട്രേഷൻ മാത്രം നമുക്കറിയാം 31 മാർച്ച് ആകുമ്പോഴത്തേക്കും എന്താണ്? പ്രീവിയസ് ഇയർ കഴിഞ്ഞു. ഓക്കെ. സോ ഞാൻ മാർച്ച് 20th വാങ്ങിച്ചത്. സോ ബട്ട് എന്താണ്? രജിസ്ട്രേഷൻ മാത്രം നടന്നില്ല. ഞാൻ എൻ്റെ ബിസിനസ്സിന് അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ട് എന്താണ്? ബിസിനസിന്റെ യൂസേജ് ബിസിനസ്സിന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഓണർഷിപ്പ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ. സോ രജിസ്റ്റേർഡ് ഓണർഷിപ്പ്, അബ്സല്യൂട്ട് ഓണർഷിപ്പ് പറയുന്നത് രജിസ്റ്റേർഡ് ഓണർഷിപ്പ് മാൻഡേറ്റ് ചെയ്യുന്നില്ല. ബട്ട് നമുക്കറിയാം എന്താണ്? നിയർ ഫ്യൂച്ചർ അത് രജിസ്റ്റേർഡ് ഓണർഷിപ്പ് കൂടെ വരും എന്നുള്ള സെനാരിയോയിലും സെക്ഷൻ 32 പ്രകാരം എന്താണ്? ഓണർഷിപ്പ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് തന്നെ എടുക്കും. ഓക്കെ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. യൂസേജ് ഒരു ദിവസം യൂസ് ചെയ്താലും അല്ലെ. സോ എത്ര റേറ്റ് കിട്ടുമെന്നൊക്കെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. ഫുൾ റേറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്താണ്? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ആൻഡ് അസസി ഷുഡ് ബി ദ ഓണർ. ഓക്കെ. രജിസ്റ്റേർഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നില്ല. അസസി ഷുഡ് ബി പൊസഷൻ. ഹയർ പർച്ചേസിന്റെ അറിയാവുന്നതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പൊസിഷൻ നമ്മുടെ കയ്യിലാണ്. ബട്ട് രജിസ്റ്റേർഡ് ഓണർഷിപ്പ് എന്നേ കിട്ടുള്ളൂ. ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താലേ എൻ്റെ പേരിലേക്ക് ആവുള്ളൂ. സോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് ഓണർഷിപ്പ് ആണ് പറയുന്നത്. ഒരിക്കലും രജിസ്റ്റേർഡ് ഓണർഷിപ്പിനെ മാൻഡേറ്റ് ചെയ്യുന്നില്ല. ഉണ്ടെങ്കിൽ നല്ല കാര്യം. ഓക്കെ. സോ ദാറ്റ് മീൻസ് പർപ്പസ് എന്താണ്? എൻ്റെ കയ്യിലാണ് അതുള്ളത് അല്ലെ. പൊസഷൻ എനിക്കാണ്. ഐ എം യൂസിങ് ദാറ്റ് asset for the purpose of my business or profession. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 32 പ്രകാരം I am the owner and I am using that particular machinery അല്ലെങ്കിൽ ആ particular asset for the purpose of my business or profession. Then that particular fixed asset അല്ലെങ്കിൽ that asset is eligible for depreciation under section 32. Okay. So then next one, classification of depreciable asset. Okay. So depreciable asset classify ചെയ്യുന്നതാണ് അടുത്തത്. നമ്മൾ രണ്ടായിട്ടാണ് അസറ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് പറയാം? ക്ലാസിഫിക്കേഷൻ. ഡിപ്രീഷിയബിൾ അസറ്റിന്റെ കാര്യമാണ് ഡിപ്രീഷിയബിൾ അസറ്റ്. സോ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വൺ ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് ഓക്കെ, ഫിസിക്കൽ അസിസ്റ്റൻസ് ഉള്ള അസറ്റ്. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്.
intangible asset. Okay, tangible assets, intangible assets. Okay, so tangible assets il nammal moonu scenario aayittu parayunu. Building, furniture, plant and machinery. Okay, in class 1, in class 2, in class 3, ഒരു ക്ലാസ്സിനകത്തോട്ട് പറയാണ്. Then intangible asset, physical existence illa but company asset ആണെങ്കിൽ അതിനെ class 4. Okay, so ഇങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിപ്രീഷിയബിൾ അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് ടാഞ്ചിബിൾ അസറ്റിൽ 3 ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, സോ ഇവിടെ വെരി ഇമ്പോർട്ടൻറ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ബിക്കോസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ അമെൻമെന്റ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ 1920 ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയർ 2021 ഡിപ്രീസിയേഷന്റെ കേസിൽ റേറ്റിൽ 2 അമെൻമെന്റ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് സെനാരിയോ എടുക്കുകയാണ് ബിൽഡിംഗ്. ഓക്കെ, സോ ബിൽഡിംഗ് റെസിഡൻഷ്യൽ പർപ്പസ്. ഓക്കെ, ഇവിടെ നമുക്ക് ഡൗട്ട് വരാം, എന്താണ് ബിൽഡിംഗ് ബിസിനസ് അല്ലെ? സോ നമുക്ക് ഡിപ്രീസിയേഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് അല്ലെ, യൂസ്ഡ് ദെൻ ഓണർഷിപ്പ്. ഓക്കെ, സോ റെസിഡൻഷ്യൽ പർപ്പസ് ദാറ്റ് മീൻസ് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, സോ നമ്മുടെ വലിയ വാല്യുബിൾ ആയിട്ടുള്ള ക്ലയൻസ് വരുവാണെങ്കിൽ അവരെ താമസിക്കുമ്പോൾ റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി ഗസ്റ്റ് ഹൗസ് ഉണ്ടെങ്കിൽ സോ ആ ബിൽഡിംഗ് എന്തിനാണ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്? എനിക്ക് താമസിക്കാനല്ല, എന്റെ വാല്യുബിൾ ദാറ്റ് മീൻസ് അവരെ താമസിച്ച് എന്ത് കിട്ടും? എനിക്ക് കൂടുതൽ കച്ചവടം അല്ലെങ്കിൽ സെയിൽ നടക്കാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയാണ്. സോ റെസിഡൻഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര കിട്ടുള്ളൂ? 5%. ഓക്കെ, സോ ജനറലി നോർമൽ ബിൽഡിംഗ് ഫാക്ടറി അതെല്ലാം വരുന്ന എത്രയാണ്? സോ ഓഫീസ് ബിൽഡിംഗ്, ഫാക്ടറി ബിൽഡിംഗിന് എല്ലാം എത്രയാണ് കിട്ടുന്നത്? 10%. ദെൻ ടെമ്പററി സ്ട്രക്ചർ, സോ ദാറ്റ് മീൻസ് ചിലപ്പം കാട്ടിനകത്ത് ഏറുമാടം പോലെ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിന് കിട്ടുന്ന എത്രയാണ്? 40% ആണ്. ദെൻ ഫർണിച്ചറിന് കിട്ടുന്നത് 10% ആണ്. ഫർണിച്ചറിന് 10% ആണ്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, സോ പ്ലാന്റ് ആൻഡ് മെഷീനറിയില് മോട്ടോർ വെഹിക്കിൾ യൂസ്ഡ് ഇൻ ബിസിനസ് ഫോർ റണ്ണിംഗ് ദം ഓൺ ഹയർ 30% ആണ്. ഇതാണ് മോട്ടോർ വെഹിക്കിൾ അക്വയർഡ് ആൻഡ് പുട്ട് യൂസ് ബിറ്റ്വീൻ 23/8/2019 to 31/3. നമ്മുടെ പ്രീവിയസ് ഇയറിൽ 23/8/2019 മുതൽ 31/3/2020 വരെ ആണെങ്കിൽ സോ വെരി ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ് 45%. സോ ബിസിനസ് റണ്ണിങ് ഓൺ ഹയർ അല്ല, വേറെ ബിസിനസ് ആണെങ്കിൽ നോർമൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എല്ലാം വരുന്ന 15% ആണ്. സോ ഇവിടെ അതേപോലെ അക്വയർഡ് ആൻഡ് പുട്ട് യൂസ് ബിറ്റ്വീൻ 23/8/2019 to 31/3/2020 ദെൻ 30%. ഇതും അമെൻമെന്റ് ആണ്. സോ ഈ 45%ഉം ഈ 30%ഉം അമെൻമെന്റ് ആണ്. ഷിപ്പിന് 20% ആണ്. സോ ബിസിനസിന് യൂസ് ചെയ്യുന്ന ഷിപ്പാണ്. എയർക്രാഫ്റ്റിന് 40%. ദെൻ ബുക്സ്, കമ്പ്യൂട്ടറിന് 40% ആണ്. സോ ലാസ്റ്റ് ഇയറിന് മുമ്പ് വന്ന അമെൻമെന്റ് ആണ് ബുക്സിന്. ഓക്കെ, സോ എനി ടൈപ്പ് ബുക്ക് സംടൈംസ് ഒരു ആനുവൽ പബ്ലിക്കേഷൻ ആകാം അല്ലെങ്കിൽ ഒരു വർഷത്തിനുകൊണ്ട് അതിന്റെ യൂസേജ് എങ്ങനെയാണെങ്കിലും ഇതിനെല്ലാം പണ്ടാണെങ്കിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇവിടെ എല്ലാം എന്താണ് ആനുവൽ പബ്ലിക്കേഷൻ ആൻഡ് ലൈബ്രറി ആണെങ്കിലും എല്ലാം 40% ആണ്. ദെൻ വിൻഡ്മിൽ ആൻഡ് എക്യുപ്മെന്റ്സ്. നോർമലി വരുന്നത് ഒരു അലൈൻമെന്റ് മാറിക്കിടക്കാണ് 15 ആണ് വരുന്നത്. ഇതിന് വരുന്നത് വിൻഡ്മിൽ ആൻഡ് എക്യുപ്മെന്റ്സിന് 15 ആണ്. ഇൻസ്റ്റാൾഡ് ബിഫോർ 1/4/2014 അതിന് വരുന്നത് 15 ആണ്. ദെൻ ഇൻസ്റ്റാൾഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 അതിന് 40% ആണ്. സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ വരുന്ന സെനാരിയോയിൽ 40% ആണ് വരുന്നത്. വിൻഡ്മിൽ വരുന്നത്. ദെൻ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സിന് 40% ആണ് വരുന്നത്. 40% ആണ്. ഇവിടെ വന്ന് 40%. പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സിന് 40%. അതർ പ്ലാന്റ് ആൻഡ് മെഷീനറി 15%. ഓയിൽ വെൽസ് 15%. ദെൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് ഇപ്പം നിൽക്കുന്നത് 25%. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ബിൽഡിങ്ങിന് റെസിഡൻഷ്യൽ ആണെങ്കിൽ 5%, ജനറൽ ആണെങ്കിൽ 10%, ടെമ്പററി സ്ട്രക്ചർ 40%, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എല്ലാം എന്താണ് 10%. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി മോട്ടോർ വെഹിക്കിൾ ആണ് ശ്രദ്ധിക്കേണ്ടത്. റണ്ണിംഗ് ദം ഓൺ ഹയർ ആണെന്നുണ്ടെങ്കിൽ അക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് നോർമൽ സെനാരിയിൽ 30%, അക്വയർഡ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23/8/2019 to 31/3/2020. Then 45%, very important amendment ആണ് 45%. Then other motor vehicle normal scenario 15 ആണ്. ഈ പറയുന്ന 23/8/2019 മുതലാണെങ്കിൽ 30%. ഷിപ്പിനും എയർക്രാഫ്റ്റിനും
ഷിപ്പിന് 20%, എയർക്രാഫ്റ്റിന് 40%, കമ്പ്യൂട്ടർ ആൻഡ് ലാപ്ടോപ്പ് 40%, any type of books 40%, then windmill and other equipments installed so and so date anengil 15% up to before 1/4/2014, then installed on or after 1/4/2014 40%, pollution control equipments 40%, other plant normal plant and machinery ellam 15%, oil well 15%, and intangible asset 25%. Okay, so we already parnu depreciation mandatory aanunnallathu. Then depreciation rate of computer and accessories ആണ് computer. So UPS printer scanner എല്ലാം 40%, EPABX and mobile phones are not computer. Okay, so ഇത് type ഉള്ളാണെങ്കിലും so 40% കിട്ടില്ല right now. പിന്നീട് എപ്പോഴാണെങ്കിലും അത് മാറാം because nowadays mobile phones എല്ലാം നമുക്ക് എന്താണ് ഒരു കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന്റെ അത്രത്തോളം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്നത് മൊബൈൽ ഫോൺസ് ഉണ്ട്. ഓക്കെ, സോ പിന്നീട് അത് വരാം. As per 43 subsection 3, depreciation allowed when actually put to use. ഇതെന്താണ് നോട്ട് റെഡി ടു യൂസ് അല്ല, നമ്മുടെ സ്റ്റാൻഡ് ബൈ മെഷീനറിയുടെ കേസ് അല്ല, ഇത് പറയുന്ന നോർമൽ സെനാരിയോ. ഞങ്ങൾ മേടിച്ചു ബട്ട് ഇത് എന്താണ് ബിസിനസ്സിന് യൂസ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സ്റ്റാൻഡ് ബൈ മെഷീനറി അല്ലാത്ത കേസാണെങ്കിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. Planned include ship, vehicle, books, scientific apparatus and surgical equipments used for business or profession, but does not include tea bushes, livestock, building, furniture and buildings. Okay, furniture and buildings എന്താണ് സെപ്പറേറ്റ് ഒരു സെനാരിയോ തന്നെയാണ്. എന്താണ് അതൊരിക്കലും എന്തായിട്ട് കണക്കാക്കത്തില്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി പോലെ കണക്കാക്കത്തില്ല. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് ഓഫ് ഇത് തന്നെയാണ്, കാറ്റഗറി തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. 4 കാറ്റഗറിയിൽ furniture, second category and building, then plant and machinery, then intangible assets. Okay, so next one, method of depreciation. Okay, so ഏതൊക്കെ methods ആണുള്ള depreciation calculate ചെയ്യാൻ, compute ചെയ്യാൻ depreciation. Okay, so methods of depreciation. Okay, രണ്ട് സെനാരിയോ ആണ് നമുക്കുള്ളത്, ഒന്ന് ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. അസസി ഡൂയിങ് ബിസിനസ് ഓഫ് generation and distribution. So generation and distribution of പവർ. സോ അങ്ങനെയാണെങ്കിൽ എന്താണ്, അസസിക്ക് ഓപ്ഷൻ ഉണ്ട്. SLM മെത്തേഡ് എടുക്കാം, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എടുക്കാം. അസസിയുടെ ഓപ്ഷൻ ആണ്. ഓക്കെ, സോ അസസി ഡൂയിങ് ബിസിനസ് ഓഫ് ജനറേഷൻ ഓർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ദെൻ വേറെ ടൈപ്പ് ഓഫ് അതർ അസസീസ്, ബാക്കിയുള്ള അസസീസിനെല്ലാം എന്താണ്, എന്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യും. സോ പവർ സെക്ടർ ജനറേഷൻ ഓഫ് പവർ or generation and distribution of power അവർക്ക് മാത്രമേ എന്ത് ചെയ്യാം. സോ SLM യൂസ് ചെയ്യണോ അല്ലെങ്കിൽ WDV യൂസ് ചെയ്യണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അസസിക്ക് ഓപ്ഷൻ ആണ്. അസസി SLM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. റിട്ടേൺ ഡൗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇവിടെ സിസ്റ്റം ഓഫ് ഡിപ്രീസിയേഷൻ രണ്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ WDV മെത്തേഡ് അല്ലെങ്കിൽ SLM മെത്തേഡ്. ഓക്കെ, WDV മെത്തേഡ് ആണെങ്കിൽ നമുക്ക് സെക്ഷൻ 2 സബ്സെക്ഷൻ 11 പ്രകാരം ബ്ലോക്ക് ഓഫ് അസറ്റ് കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുന്നത്. SLM മെത്തേഡ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ അസറ്റ്. ഓക്കെ, ഓരോ അസറ്റിനും എത്ര വർഷമാണോ അതിന്റെ ലൈഫ് അതനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് കണക്കാക്കും. ഓക്കെ, സോ ബ്ലോക്ക് ഓഫ് അസറ്റ് 2 സബ്സെക്ഷൻ 11, group of asset having same rate of depreciation with the same class of asset. Block of asset system, same rate plus same class. Individual asset system depreciation calculated on individual asset same as counts. Okay, so ഓരോ അസറ്റിനും അറിയുന്നത് SLM ല്. സോ ഇവിടെ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ്, നമ്മൾ അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then block of asset കേസിൽ റിട്ടേൺ ഡൗൺ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന സെനാരിയോ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ സെക്ഷൻ 43 സബ്സെക്ഷൻ 6 വെച്ചിട്ടാണ്
റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കാം. സോ ഫസ്റ്റ് വൺ റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് നമുക്കിപ്പം നമ്മുടെ അസസ്മെന്റ് ഇയർ 2021 കണ്ടുപിടിക്കേണ്ട ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാൻ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/4/2019 ഓപ്പണിംഗ് WDV. ഓക്കെ, സോ അതിന്റെ കൂടെ എന്ത് ചെയ്യും, അഡീഷൻസ് ഡ്യൂറിംഗ് ദ ഇയർ, അഡീഷൻസ്. ഓക്കെ, സോ എത്ര അസറ്റ് പർച്ചേസ് ചെയ്തു, ദെൻ ലെസ് ഡിലീഷൻസ്. ഓക്കെ, എത്ര അസറ്റ് സെയിൽ നടന്നു ഇൻ വാല്യൂ. ഓക്കെ, ബുക്ക് വാല്യൂ അല്ല, എത്രയിലാണോ സെയിൽ നടന്നത് അത് ഇതിൽ നിന്ന് കുറച്ച് കിട്ടുന്ന ഈ ഒരു എമൗണ്ടിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെസ് മണി റിസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് അസറ്റ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് സെയിൽ നടന്ന് കിട്ടിയത്. Then WDV at the end of the year. Okay, so WDV at the end of ഈ ഒരു ഫിഗറിന്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്രയാണോ റേറ്റ് ഈ കിട്ടിയ ഫിഗർ ഇൻറ്റു ഡിപ്രീസിയേഷൻ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിപ്രീസിയേഷൻ ഫോർ ദ ഇയർ. ഓക്കെ, സോ ഇനി നമ്മൾ ശ്രദ്ധിക്കാം. 32 subsection 1 proviso. Okay, so depreciation is restricted to 50% of asset put to use. 50% if asset put to use less than 180 days in the year of acquisition. Restriction applies only in the year of acquisition. Okay, so that means നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസേജ്, ഒരു ദിവസം യൂസ് ചെയ്താലും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ യൂസേജ്, സോ അവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഒരു ദിവസം യൂസ് ചെയ്താൽ മൊത്തം, അതായത് ഇപ്പം കമ്പ്യൂട്ടർ ആണെങ്കിൽ എത്ര 40% ഉള്ളൂ, ആകെ ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടത്തുള്ളൂ, 20% കിട്ടത്തുള്ളൂ. എത്രയാണോ റേറ്റ് അതിന്റെ 50%, 1/2 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, if the asset is put to use, acquired and put to use in that assessment year or in that previous year. So put to use less than 180 days, then എത്ര കിട്ടത്തുള്ളൂ, പകുതിയെ കിട്ടത്തുള്ളൂ. ഓക്കെ, then ശ്രദ്ധിക്കാം. നെക്സ്റ്റ് സാധനം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. Proviso to 32 subsection 1 amalgamation demerger succession. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അമാൽഗമേഷൻ ഡീമർജർ സക്സഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കും, ബ്ലോക്ക് ഓഫ് അസറ്റ് വെച്ച് 43 സബ്സെക്ഷൻ വെച്ച് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പം 365 ഡേയ്സ് ആണ്. ഓക്കെ, സോ 200 ഡേയ്സ് 165 ഡേയ്സ്. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് നോർമലി, ദാറ്റ് മീൻസ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചതിന് ശേഷം distributed between amalgamating company or demerged company, predecessor company and amalgamated company. Okay, so amalgamation ആണ് നടക്കുന്നതെങ്കിൽ amalgamating company, amalgamated company, so എത്രയാണോ അവർ യൂസ് ചെയ്തത്. ഓക്കെ, സോ amalgamating company അല്ലെങ്കിൽ amalgamated company, so എത്ര ദിവസം യൂസ്, ശ്രദ്ധിച്ചോണം, number of days which the asset were used to buy them. Okay, so that means നമ്മൾ എന്താ നോർമൽ അമാൽഗമേഷനോ അല്ലെങ്കിൽ ഡീമർജറോ സക്സഷനോ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് എന്താണ്, രണ്ടുപേർ ഇപ്പൊ അമാൽഗമേറ്റിംഗ് കമ്പനിക്ക് എത്ര ദിവസം അത് യൂസ് ചെയ്തിട്ടുണ്ട്, അമാൽഗമേറ്റഡ് കമ്പനി എത്ര ദിവസം യൂസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എന്ത് ചെയ്ത് റേഷ്യോയില് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ഇവിടെ എത്രയായിരിക്കും, ഇപ്പൊ ഡിപ്രീസിയേഷൻ കിട്ടിയിരിക്കുന്ന 1 lakh ആണെന്ന് വിചാരിക്കുക. 1 lakh ആണെങ്കിൽ ഇവിടെ എത്ര വരും, 1 lakh into 200 divided by 365. ഇവിടെ എത്ര വരും മിച്ചമുള്ളത്, അല്ലെങ്കിൽ 1 lakh into 165 divided by 365. സോ വെരി ഇമ്പോർട്ടൻറ്റ്, അമാൽഗമേഷനോ ഡീമർജറോ സക്സഷനോ നടന്നിട്ടില്ല എന്ന രീതിയിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കും. അതിനുശേഷം എത്ര ദിവസം യൂസ് ചെയ്തിട്ടുണ്ടോ, അവിടെ 180 ഡേയ്സ് അതൊന്നും അല്ല, എത്ര ദിവസം യൂസ് ചെയ്തിട്ടുണ്ടോ അതിന്റെ പ്രപ്പോർഷനേറ്റ് ബേസിസിൽ എന്ത് ചെയ്ത് കൊടുക്കും, ഡിപ്രീസിയേഷൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, then next one very important, additional depreciation or enhanced depreciation. Okay, so section 32 subsection 1 clause 2a, very important. അസസി. ഓക്കെ, സോ ആർക്കൊക്കെയാണ് ഈ പറഞ്ഞത്, എല്ലാവർക്കും അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമോ അല്ലെങ്കിൽ എല്ലാത്തിനും അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുമോ എന്നുള്ള 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അസസി എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചർ ഓഫ് എനി ആർട്ടിക്കിൾ ഓർ തിങ് or generation or transmission or distribution of power. Additional depreciation at rate 20% allowed on plant and machinery. Okay, so ഇവിടെ ശ്രദ്ധിക്കുക, അഡീഷണൽ ഡിപ്രീസിയേഷൻ ആർക്കാണ് കിട്ടുന്നത്, മാനുഫാക്ചറേഴ്സിനും പിന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ ട്രാൻസ്മിഷൻ അല്ലെ പവർ സെക്ടർ. ഓക്കെ, സോ എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, മാനുഫാക്ചറേഴ്സിനും കിട്ടും, പവർ സെക്ടർ, ഓക്കെ, പവർ സെക്ടർ അസസീസിനും കിട്ടും, മാനുഫാക്ചറേഴ്സിനും. സോ എന്താണ്
20% എത്രയാണ് റേറ്റ് കിട്ടുന്നത്? 20% ഇൻ അഡീഷൻ ടു നോർമൽ ഡിപ്രീസിയേഷൻ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടും. ബട്ട് എന്തിനു മാത്രമേ കിട്ടത്തുള്ളൂ? പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ, ഇതുകൊണ്ടാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിക്കകത്ത് എന്തൊക്കെ വരത്തില്ല എന്നൊക്കെ നമ്മൾ ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ എന്തൊക്കെയാണ് വരാത്ത എന്നുള്ളത് 43 സബ്സെക്ഷൻ 3 ഇൻക്ലൂഡ്സ് സോ ആൻഡ് സോ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വരുന്നില്ല. ഓക്കെ, സോ plant and machinery 20%. So excluding the following, second hand plant and machinery can leave it till. Okay, so plant and machinery kittum 27 kittum. പക്ഷേ അതെന്തായിരിക്കണം? ന്യൂ plant and machinery ആയിരിക്കണം. Any plant and machinery installed in office premise or residential accommodation. Okay, so plant and machinery നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മാനുഫാക്ചറിങ് കൺസേൺസ്. ദാറ്റ് മീൻസ് ഈ പ്ലാന്റ് മെഷീനറി യൂസ് ചെയ്ത് എന്താണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യണം, അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യണം, പവർ സെക്ടർ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം, അങ്ങനെയുള്ളെങ്കിൽ മാത്രം. അല്ലാണ്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ച് ഓഫീസിലോ ഗസ്റ്റ് ഹൗസിലോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. ഓക്കെ, ഷിപ്പ്, എയർക്രാഫ്റ്റ്, ട്രാൻസ്പോർട്ട് വെഹിക്കിളിന് അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ വിച്ച് 100% ഡിഡക്ഷൻ ഓൾറെഡി. സോ 100% നമ്മൾ പിന്നീട് 35 ADയിലൊക്കെ ഡിസ്കസ് ചെയ്യും, 35ലൊക്കെ ഡിസ്കസ് ചെയ്യും. 100% ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ, സോ 100% ഓൾറെഡി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പിന്നെ 20 കിട്ടുകയാണെങ്കിൽ എത്ര? 120% ചെലവാതിനേക്കാളും കൂടുതൽ കിട്ടും നമുക്ക് എന്ത്? എക്സ്പെൻഡിച്ചർ ആയിട്ട്. ഓക്കെ, സോ ഡിഡക്ഷൻ ചെയ്യാനായിട്ട് കൂടുതൽ കിട്ടും. അതുകൊണ്ട് എന്താണ്? സെക്കൻഡ് ഹാൻഡ് മെഷീനറി കിട്ടില്ല, ഓഫീസ് പ്രിമൈസിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലോ ഇൻസ്റ്റോൾ ചെയ്യാൻ പ്ലാന്റ് ആൻഡ് മെഷീനറി കിട്ടില്ല, ഷിപ്പ്, എയർക്രാഫ്റ്റ്, ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസിന് കിട്ടില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി 100% ഡിഡക്ഷൻ ഓൾറെഡി ക്ലെയിംഡ്, അങ്ങനെ കിട്ടില്ല. ദെൻ സെക്കൻഡ് സെനാരിയോ, പുട്ട് ടു യൂസ് ലെസ് ദാൻ 180 days. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 20%ന്റെ 50% അല്ലെങ്കിൽ 1/2 10%, പകുതി. നേരത്തെ പറഞ്ഞതാണ്. ഇഫ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇസ് അലൗഡ് ഹാഫ് റേറ്റ് assessee used less than 180, the balance half rate depreciation shall be allowed in the next year. Very very important. Okay, so ഇപ്പം enhanced depreciation അല്ലെങ്കിൽ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആണ്. ബട്ട് എന്താണ്? ആ മെഷീനറി അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി പുട്ട് യൂസ് ലെസ് ദാൻ, അപ്പം ഹാഫേ കിട്ടത്തുള്ളൂ നമ്മുടെ ഇയറിൽ. സോ പ്രീവിയസ് ഇയർ 1920 പകുതിയാണ് കിട്ടുന്നതെങ്കിൽ ആ മിച്ചമുള്ള ബാക്കി ഹാഫ് ഇവിടെ കിട്ടും. മിച്ചമുള്ള ബാക്കി എവിടെ എടുത്തിരിക്കണം? പ്രീവിയസ് ഇയർ 21-21 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 21-22 നമുക്ക് റിമൈനിങ് ഹാഫ്, റിമൈനിങ് ഹാഫ് എടുത്തിരിക്കണം. റിമൈനിങ് ഹാഫ് യൂസ് നമ്മൾ എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ ആണ്. ഓക്കെ, സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് അഡീഷണൽ ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 35% available undertaking set up on or after 1/4/2014 in notified backward areas. Okay, so Andhra Pradesh, Bihar, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ ഇവിടെയുള്ള മാനുഫാക്ചറിങ് എൻറ്റിറ്റീസിന് നമുക്ക് എത്ര കിട്ടും? അല്ലെ, എൻഹാൻസ് ഡിപ്രീസിയേഷൻ 20%-ന് പകരം എത്ര കിട്ടും? 35%. സോ നമുക്ക് ഇവിടെയും ക്വസ്റ്റ്യൻ വരാം. പുട്ട് യൂസ് ലെസ് ദാൻ 180 days ആണെങ്കിൽ എത്ര കിട്ടും? അതിന്റെ പകുതി 17.5% നമ്മുടെ പ്രീവിയസിൽ കിട്ടും. റിമൈനിങ് എവിടെ യൂസ് ചെയ്യണം? അടുത്ത 17.5 ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് പ്രീവിയസ് ഇയറിൽ യൂസ് ചെയ്യും. അഡീഷണൽ ഡിപ്രീസിയേഷൻ അലൗഡ് ഓൺലി ഇഫ് assessee follows written down value method. It is not allowed to power units if they follows SLM method. Okay, so that means നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഓക്കെ, സോ ഓൾറെഡി നമ്മൾ നോക്കിയാൽ അറിയാം ആർക്കായിരുന്നു SLM മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ബിസിനസ് ഓഫ് ജനറേഷൻ ഓർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. അവർക്ക് ഓപ്ഷൻ ആണ്. SLM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടില്ല. സോ നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയാസ് ഓഫ് ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന ആൻഡ് വെസ്റ്റ് ബംഗാൾ നമുക്ക് എത്ര കിട്ടും? ഇൻസ്റ്റെഡ് ഓഫ് 20% നമുക്ക് എത്ര വരെ ക്ലെയിം ചെയ്യാം? 35%. ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് ഏരിയാസിലെ മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ്, മാനുഫാക്ചറിങ് കൺസേൺസ് കൂടുതലായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷണൽ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ എക്സസ് റേറ്റ് കൊടുക്കുന്നത്. അവിടെ പുട്ട് യൂസ് ലെസ് ദാൻ 180 days ആണെങ്കിൽ പകുതി കിട്ടും. റിമൈനിങ് ഹാഫ് എന്താണ്? ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ദെൻ നമ്മളെപ്പോഴും ഡിപ്രീസിയേഷൻ എടുക്കുന്നത് ആക്ച്വൽ കോസ്റ്റിന്റെ ബേസിലാണ്. സോ 43 സബ്സെക്ഷൻ ഉള്ള ചില സെനാരിയോയിലുള്ള ആക്ച്വൽ കോസ്റ്റ് അസറ്റ് പ്രീവിയസ്ലി യൂസ്ഡ് ഫോർ സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ 30 നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. 100% 35 നമ്മൾ സയന്റിഫിക് റിസർച്ച് ആണെങ്കിൽ 100 അല്ലെങ്കിൽ സംടൈംസ് അതിൽ കൂടുതൽ. ഓക്കെ, സോ നമ്മൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലായിട്ട് ആയിരിക്കും എടുക്കുന്നത്. അവിടെ ഡിപ്രീസിയേഷൻ 0 ആയിരിക്കും. ഓക്കെ, സ്റ്റോക്ക് കൺവേർട്ടഡ് ഇൻടു ക്യാപിറ്റൽ അസറ്റ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് FMB as on the date of conversion. Okay, asset acquired by way of gift cost to actual previous owner. Okay, previous owner എന്തായോ asset acquired with an intention to ഹയർ ഡിപ്രീസിയേഷൻ. ഓക്കെ, എമൗണ്ട് ഡിറ്റർമൈൻഡ് അല്ലെ. സോ നമുക്ക് ഹയർ ഡിപ്രീസിയേഷൻ കൂടുതൽ കാണിച്ചിട്ട് അങ്ങനെ എന്താണ് ഇൻകം കുറയ്ക്കാം എന്നുള്ള ഒരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ എന്താണ്? അസസിംഗ് ഓഫീസർ എടുക്കും.
reacquisition of assets sold, WDV at the time of sale or reacquisition cost, whichever is less. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ കുറഞ്ഞ വിലക്ക് വിട്ടിട്ട് കൂടുതൽ തിരിച്ചു വാങ്ങിച്ചാൽ എന്തായിരിക്കും ഡിപ്രീസിയേഷൻ, കുറഞ്ഞ വിലക്ക് വിട്ട് ലോസും കാണിക്കും, ദെൻ കൂടുതൽ വിലക്ക് മേടിച്ചിട്ട് ഡിപ്രീസിയേഷൻ, അങ്ങനെയൊക്കെയുള്ള സിനാരിയോയിൽ WDV at the time, return down value at the time of sale, reacquisition cost whichever is less will be the period as the actual cost of acquisition. Okay, 43 subsection 1. So അതിന്റെ പുറത്തേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിപ്രീസിയേഷൻ. Purchased and leased back, WDV of the previous owner. Building was used for personal purpose, original cost nominal ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എന്താണോ അത് കിട്ടും. Okay. Asset transfer ആണെങ്കിൽ കോസ്റ്റ് ഓഫ് WDV ടു ട്രാൻസ്ഫർ ഓഫ് കമ്പനി, അമാൽഗമേഷൻ ആണെങ്കിൽ അമാൽഗമേറ്റിംഗ് കമ്പനിയുടെ കോസ്റ്റ്, demerger ആണെങ്കിൽ demerged company, acquired and asset acquired out of borrowed fund. Okay, interest up to first put to use from what of actual cost. Okay, so borrowing cost like varunana. Then excess duty in respect of which SENVAT claim not allowed for forming part of actual cost. നമ്മൾ indirect tax ലേക്ക് ഉള്ള ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ SENVAT ക്രെഡിറ്റിന്റെ ഫോമിംഗ് പാർട്ട് ആയിട്ടാണെങ്കിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ, അവിടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ, അങ്ങനെ ആ രീതിയിൽ നമ്മൾ അവിടെ അത് ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഗവൺമെന്റ് ഗ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഗ്രാൻഡ് റിലേറ്റഡ് ടു ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് ആ ഗവൺമെന്റ് ഗ്രാൻഡ് കുറച്ചിട്ടുള്ളതായിരിക്കും നമ്മൾ എടുക്കുന്നത്. മൊത്തം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഒരു നോമിനൽ വാല്യൂ, അവിടെ അസറ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നോമിനൽ വാല്യൂ കാണിക്കാറുണ്ട്. അസറ്റ് ബോട്ട് ഇൻ ടു ഇന്ത്യ ബൈ നോൺ റെസിഡന്റ് ഫോർ യൂസ് ഓഫ് ബിസിനസ് ഓപ്ഷൻ, ആക്ച്വൽ കോസ്റ്റ്, അവിടെ എന്തെങ്കിലും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. എനി അസറ്റ് അക്വയർഡ് അണ്ടർ സ്കീം ഓഫ് corporatization, recognized stock exchange, cost DV of AOP or BOI. Okay. Actual cost allowed as deduction under section 35 AD. Capital asset transferred to non-specified business after 8 years from the year of acquisition of transfer by way of transaction referred in section 47. Then actual cost for transfer shall be nil. Okay. So actual cost of transfer that എടുക്കുന്നു, because already 35 AD ൽ നമുക്ക് ഫുൾ ക്ലെയിം കിട്ടിയിരിക്കുന്നതാണ്. സോ 35 നമ്മൾ ഡിസ്കസ് ചെയ്ത് മനസ്സിലാവും. 8 years ഒരു ഹോൾഡിംഗ് പീരീഡ് പറയുന്നുണ്ട്, അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്താൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഷാൽ ബി നിൽ. കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ സോ 43 സബ്സെക്ഷൻ 1 പ്രകാരം ആക്ച്വൽ കോസ്റ്റ് നിലായിട്ട് എടുക്കും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇതിൽ ഒരു ക്വസ്റ്റൻ ഒക്കെ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരാവുന്നതാണ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. സോ വലിയൊരു പ്രോബ്ലത്തിൽ അഡ്ജസ്റ്റ്മെന്റും കയറി വരാം. ദെൻ നെക്സ്റ്റ് വൺ, നമുക്കൊരു 1-2 ഡിപ്രീസിയേഷൻ്റെ ആ ഒരു WDV കോൺസെപ്റ്റ് കണക്ട് ആകാനായിട്ട് നമുക്ക് നോക്കാം. ഒരു 1-2 പ്രോബ്ലംസ് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. particulars, number, amount, rupees. So opening WDV as on 1/4/19. ഒരു 5 മെഷീനറി ഉണ്ടായിരുന്നു. വാല്യൂ എന്ന് പറയുന്നത് 5 lakh. ദെൻ 2 എണ്ണം കൂടെ പർച്ചേസ് ചെയ്തു. ആഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓപ്പണിംഗ് WDV പ്ലസ് ആഡ് അഡീഷൻസ്, നമ്മൾ 43 സബ്സെക്ഷൻ 6 ഒന്ന് പുതിയതായിട്ട് വാങ്ങിച്ചത് പ്ലസ് നമ്മൾ സെയിൽ നടത്തിയത് നോക്കാം. ആഡ് 2 മെഷീനറി അഡീഷൻ അല്ലെങ്കിൽ പർച്ചേസസ് 2 മെഷീനറി 2 lakh. സോ എത്ര വന്നത് 7 lakh ലെസ് സെയിൽസ് അല്ലെങ്കിൽ ഡിലീഷൻ. അതിൽ 6 എണ്ണം സെയിൽ ചെയ്തു 6,50,000 rupees. സോ ബ്ലോക്കിൽ ഇനി എത്ര എണ്ണം വെച്ചുകൊണ്ട് ഒരെണ്ണം വെച്ചുകൊണ്ട് നമുക്ക് എത്രയാണ് ഇനി മിച്ചമുള്ള എമൗണ്ട് എത്രയാണ്. സോ ഈ 50,000 നമ്മൾ എന്ത് ചെയ്യും, WDV അറ്റ് ദ എൻഡ്, ഇതിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രീസിയേഷൻ, ഈ 50,000 ഇൻറ്റു ഡിപ്രീസിയേഷൻ റേറ്റ്. ദെൻ വേറെ ഒരു സെനാരിയോ നോക്കാം. വേറെ ഒരു സെനാരിയോയിൽ നോക്കാം, ഇതവിടെ തന്നെ 5, 2, 5 lakhs, 2 lakhs, entire 7 for 8 lakh. So that means written down value അതിനകത്തുള്ള വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ്. ഇവിടെ എന്താണ്, entire 7 ബ്ലോക്ക് പോയി, ഇവിടെ ഇനി എന്താണ് വെച്ചൊന്നുമില്ല. എനിക്ക് എത്രയാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്,
1 lakh കിട്ടിയിരിക്കുന്നു, ഇങ്ങോട്ട് കിട്ടിയിരിക്കുന്നു. സോ ഇവിടെ ഇതിപ്പം 6 എണ്ണമാണ് സെയിൽ നടത്തിയതെങ്കിൽ എന്താണ്, ബ്ലോക്കിൽ ഒരു അസറ്റ് ഉണ്ട്, ബട്ട് നമുക്ക് എന്തില്ല, വാല്യൂ ഓവറായിട്ട് കിട്ടി, വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരെ എന്തായിട്ട് മാറും, സെക്ഷൻ 50 പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാറും. ദെൻ വേറെ ഒരു സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ 5 അസറ്റ് 5 lakh, then 2 lakh, then entire 7 നമ്മൾ വിട്ടു 6 lakh. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, 7 ഉണ്ടായിരുന്നു, 1 lakh മിച്ചമുണ്ട്, ബട്ട് എന്തില്ല, അസറ്റിന്റെ നമ്പർ അല്ലെ, എൻറ്റയർ അസറ്റ് നമ്മൾ വിട്ടു. ഇവിടെ ഇത് എന്തായിട്ട് കണക്കാക്കും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആക്കി. സോ ദാറ്റ് മീൻസ് അസറ്റിനകത്ത് നമ്പർ ഓഫ് അസറ്റ്സ് ഉള്ളത്, അസറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂ, ബ്ലോക്കിലുള്ള അസറ്റ് മുഴുവൻ തീർന്നു പോയാലും അല്ലെങ്കിൽ ബ്ലോക്കിൽ ചാർജ് ചെയ്യാൻ വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസിലേക്ക് പോകും. സോ ഇവിടെ നിന്ന് എപ്പോഴും പറയും സെയിൽ വാല്യൂ ആണ് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ബുക്ക് വാല്യൂ അല്ല എടുക്കുന്നത്. സെയിൽ വാല്യൂ കുറച്ചിട്ട് നമുക്ക് മിച്ചം ഉണ്ടെന്നുണ്ട്, അസറ്റ് ബ്ലോക്കിൽ അസറ്റ് ഫിസിക്കൽ അസറ്റ് ഉണ്ട്, കുറച്ചിട്ട് കുറച്ച് സെയിൽ കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ആ മിച്ചം ഉള്ളതിന്റെ പുറത്ത് നമ്മൾ ഡിപ്രീസിയേഷൻ റേറ്റ്. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ബ്ലോക്കിൽ അസറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ബ്ലോക്കിൽ സെയിലിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ബ്ലോക്കിലുള്ള വാല്യൂവിനേക്കാൾ എക്സസ് ആണെങ്കിൽ നമ്മൾ എങ്ങോട്ട് മാറുന്നത്, സെക്ഷൻ 50 പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിലേക്ക്. എപ്പോഴും ശ്രദ്ധിക്കണം, ഡിപ്രീഷിയബിൾ അസറ്റ് സെയിൽ നടത്തി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടത്തി ഉണ്ടാകുന്ന ഗെയിൻ എപ്പോഴും എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ആയിരിക്കും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. നമ്മൾ ഇനി മറ്റേ പവർ സെക്ടർ SLM ആണ്, SLM മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, സോ ഒരു 1 lakh 100 ജസ്റ്റ് ഒരു എക്സാമ്പിൾ, 1000 rupeesന്റെ അസറ്റ് SLM at the rate 10% straight line method. തേർഡ് ഇയറിൽ അത് 720 rupeesന് സെയിൽ നടന്നാൽ, 890 rupeesന് സെയിൽ നടന്നാൽ, 120 rupeesന് സെയിൽ നടന്നാൽ, തേർഡ് ഇയറിൽ സെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നാലത്തെ കാര്യമാണ് സെയിൽ. ഓക്കെ, സോ നമ്മൾ നോക്കുവാണെങ്കിൽ SLM മെത്തേഡ് മീൻസ് എന്താണ്, 10% വെച്ച് 10 വർഷം കൊണ്ട് അല്ലെ എഴുതിക്കളയും. എത്രയാണോ റേറ്റ് അത് ഇത്ര വർഷം കൊണ്ട് എഴുതിക്കളയുന്നതാണ്. സോ ആദ്യത്തെ ഇയറിൽ എത്ര വരും, 1000 വരും. ഫസ്റ്റ് ഇയറിൽ 10% എടുക്കുമ്പോൾ എത്ര വരും, 100. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ എത്ര കിട്ടി, 900. ദെൻ സെക്കൻഡ് ഇയറിലും എന്താണ് 10%, ഇതിന്റെ പുറത്തല്ല, റിട്ടേൺ ഓൺ വാല്യൂ പോലെയല്ല, ആക്ച്വൽ എത്രയാണോ 10%, 100 വരും. സോ 800. ഓക്കെ, സോ സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്താണ് വാല്യൂ ഉള്ളത്, ഓപ്പണിംഗ് WDV എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് വാല്യൂ എത്ര ഉണ്ട്, 800 ഉണ്ട്. സോ തേർഡ് ഇയറിൽ നമ്മൾ 720ക്ക് സെയിൽ നടന്നാൽ 720, ദെൻ മിച്ചം എത്ര വരും, 80 വരും. 720ക്ക് വേണമെങ്കിൽ ഇതിനെ ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്നാണ് പറയുന്നത്. ടെർമിനൽ ഡിപ്രീസിയേഷൻ allowed as deduction under section 32 subsection 1 clause 3 ല്. ഓക്കെ, സോ അലൗഡ് ആണ് ഈ പറയുന്നത്. സോ 1720 വിട്ടു നമുക്ക് ടെർമിനൽ ഡിപ്രീസിയേഷൻ ആയിട്ട് അല്ലെങ്കിൽ ലോസ് പോലെ കാണിച്ച് നമുക്ക് എഴുതി കളയാൻ പറ്റും. ഓക്കെ, ദെൻ സെക്കൻഡ് സെനാരിയോയില് എത്രയാണ്, 800 ഉണ്ടായിരുന്നു, നമ്മൾ വിട്ട എത്രയാണ്, 890ക്കാണ്. സോ അവിടെ എത്ര വരും, 90 വരും. ഇതിനെ നമ്മൾ പറയുന്നത് ബാലൻസിങ് ചാർജ് എന്നാണ്, ബാലൻസിങ് ചാർജ് എന്നാണ് പറയുന്നത്. സോ ഇത് 40 സെക്ഷൻ 41 സബ്സെക്ഷൻ 2 പ്രകാരം എന്താണ് PGBP ചാർജ് ചെയ്യും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ടെർമിനൽ ഡിപ്രീസിയേഷൻ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഈ പറയുന്ന 90 എത്രയാണ്, ബാലൻസിങ് ചാർജ് എന്നാണ് പറയുന്നത്. അത് PGBP ഇൻകോ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. ദെൻ 800 ഉണ്ടായിരുന്നു, എത്രയാണ് കിട്ടും, 120ക്ക് അല്ലേ, 128 സോറി 1200. 1000 സെയിൽ പ്രൈസ് 120 അല്ല, 1200. സോ 1200ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് അതിനകത്തൊരു 800 വരെ ഉണ്ടായിരുന്നു. നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആയിട്ടുള്ള പിന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. 400 വരുന്നുണ്ട്, മിച്ചം നമുക്ക് 400 വരുന്നുണ്ട്. ആക്ച്വൽ ആയിട്ടുള്ള 200 വരെ നമ്മൾ ബാലൻസിങ് ചാർജ്, 200 വരെ എന്താണ് ബാലൻസിങ് ചാർജ്.
ബാലൻസിങ് ചാർജ് ആയിട്ട് നമ്മൾ എവിടെ കണക്കാക്കും 41 സബ്സെക്ഷൻ 2ൽ PGBP. Then remaining 200, then remaining 200, that means 1000 കഴിഞ്ഞിട്ടുള്ള 200 നമുക്ക് എന്തായിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെക്ഷൻ 50 ആണ് പറയുന്നത്. സെക്ഷൻ 50 പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ. സോ പവർ സെക്ടർ യൂണിറ്റ് ആണ് ഇത് വരുന്നത്. ടെർമിനൽ ഡിപ്രീസിയേഷൻ, സോ റിട്ടേൺ ഡൗൺ വാല്യൂ അല്ലെങ്കിൽ ആ ഡിപ്രീസിയേഷൻ കഴിച്ചുള്ള വാല്യൂവിനേക്കാൾ കുറവാണെങ്കിൽ മിച്ചമുള്ളത് എന്താണ് ആ വർഷം തന്നെ പി ആൻഡിൽ എഴുതി കളയും. ടെർമിനൽ ഡിപ്രീസിയേഷൻ എക്സസ് ആണെങ്കിൽ നമുക്ക് ആ ആക്ച്വൽ വാല്യൂ വരെ വരുന്നവരെ ബാലൻസിങ് ചാർജ് അതിനും മുകളിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് സെക്ഷൻ 50 പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സോ ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത്രയാണ് ഡിപ്രീസിയേഷൻ. നമുക്ക് ബ്ലോക്ക് ഓഫ് അസറ്റ് വെച്ചിട്ടാണ് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻസ് ലെസ് ഡിലീഷൻസ് അതുവരെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം എന്താണ് എത്ര ദിവസം യൂസ് ചെയ്തു അതനുസരിച്ചിട്ട് ആ വാല്യൂ അനുസരിച്ച് ആ വാല്യൂവിന്റെ പുറത്ത് റേറ്റ് ആപ്ലിക്കബിൾ റേറ്റ്. സോ രണ്ട് കാര്യങ്ങൾ അപ്പം നോക്കണം. ബ്ലോക്കിൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടോ, നമ്പർ ഓഫ് ഉണ്ടോ, ദെൻ ബ്ലോക്കിന് വാല്യൂ ഉണ്ടോ, ഈ രണ്ടിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദെൻ ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത്. അതോ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്റ്റീവ് എന്ന് തീരുമാനിക്കുന്നത്. ദെൻ ഒരു നെക്സ്റ്റ് വൺ 32 AD. Assessee engaged in setting up under manufacturing or production of article after 1/4/2000 in any backward area of Andhra Pradesh, Bihar, Telangana. Okay. Andhra Pradesh, Bihar, Telangana and West Bengal. എന്താണ് മാനുഫാക്ചറിങ് അണ്ടർടേക്കിംഗ് ആണ്. Amount of 15% of actual cost of new plant and machinery acquired and installed during 1/4/2015 to 31/3/2020. So that means നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ വരെയാണ്. റൈറ്റ് നൗ 32 AD പറഞ്ഞിരിക്കുന്നത് ഡിഡക്ഷൻ അലൗഡ് ഇൻ ദ ഇയർ ഓഫ് ഇൻസ്റ്റാളേഷൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഷുഡ് നോട്ട് ട്രാൻസ്ഫർ പ്ലാന്റ് ആൻഡ് മെഷീനറി within 5 years from the date of installation. If it is transferred within 5 years, then deduction allowed under section 32 AD shall be taxed under PGBP in the year of plant and machinery sold otherwise transferred. So exceptions ആണ്. അമാൽഗമേഷനോ ഡീമർജറോ റീകൺസ്ട്രക്ഷനോ ആണ് നടക്കുന്നതെങ്കിൽ, റീഓർഗനൈസേഷനോ ആണ് നടക്കുന്നതെങ്കിൽ എന്താണ് ഈ എക്സം. ദാറ്റ് മീൻസ് എന്താണ് ട്രാൻസ്ഫർ ചെയ്തതായിട്ട് കൂട്ടില്ല. സോ പ്ലാന്റ് ആൻഡ് ഇവിടെ ഇനി അറിയേണ്ടത് എന്താണ് ആക്ച്വൽ കോസ്റ്റിന്റെ 32 സെക്ഷൻ 32 AD എന്താണ് പറയുന്നത് മാനുഫാക്ചറിങ് കൺസേൺ എന്താണ് ബാക്ക്വേർഡ് ഏരിയാസ് ഓഫ് ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന ആൻഡ് വെസ്റ്റ് ബംഗാൾ. സോ അവിടെ എന്താണ് ന്യൂ പ്ലാന്റ് ആൻഡ് മാനുഫാക്ചറിങ് കൺസേൺസ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചാൽ എന്താണ് ഡിപ്രീസിയേഷൻ കൂടാതെ എന്താണ് 15% ആ കോസ്റ്റിന്റെ 15% കൂടെ എടുത്തോ. പക്ഷെ എന്താണ് 5 വർഷം ഈ ഡേറ്റ് ഓഫ് അക്വിസിഷൻ മുതൽ ഇൻസ്റ്റാളേഷൻ മുതൽ 5 വർഷം കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് ഇൻക്ലൂഡ് സെക്കൻഡ് ഹാൻഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി പറ്റില്ല. Plant and machinery installed in office premise or residential accommodation, ship, aircraft, road transport vehicle patilla. Plant and machinery which 100% reduction allowed. Reduction is in addition to depreciation, additional depreciation. Reduction shall not be reduced from WDV block of asset. So deduction shall not be restricted 50% planned used less than 180 days. So that means 32. Okay. എല്ലാവർക്കും ഉള്ള ഒരു നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ് സെക്ഷൻ 32 ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻസ് വരുന്നത്. സോ സെക്ഷൻ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ സെക്ഷൻ 32. സോ ഇതിനകത്ത് പ്രൊവിസോ ടു സെക്ഷൻ 32 സബ്സെക്ഷൻ 1 150 ഡേയ്സിന്റെ പിന്നെ അമാൽഗമേഷൻ ഡീമർജർ ആ കേസിൽ നമ്പർ ഓഫ് ഡേയ്സിന് വെച്ചിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നത് സെക്ഷൻ. ദെൻ section 32 subsection 1 clause 2A additional depreciation. Okay, additional depreciation. Okay, normally 20% ആണ്. backward areas ആണെങ്കിൽ അവർക്ക് 35% ആണ്. put use less than 180 ആണ്. പകുതി കിട്ടും. തൊട്ട് പകുതി എന്താണ് അടുത്ത വർഷം immediately succeeding year കിട്ടും. then section 32 subsection 2 unabsorbed depreciation. Okay, so 32 AD എന്ന് പറഞ്ഞ സെക്ഷൻ ഒരു 32 എന്ന് പറഞ്ഞ ഇതുള്ളതുകൊണ്ട് തന്നെ ഡിപ്രീസിയേഷനായിട്ട് യാതൊരു ബന്ധമില്ല. in addition to normal depreciation plus additional depreciation ആണ് എന്ത് കിട്ടുന്നത് സെക്ഷൻ 32 AD. സോ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആക്ച്വൽ കോസ്റ്റിന്റെ 15%. പുട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ 15% അവിടെ പകുതി എടുക്കില്ല. സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം, സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആകരുത്. ഓഫീസ് പ്രൈമൈസിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലോ ഇൻഷുർ ചെയ്തിരിക്കുന്നത് കിട്ടില്ല. ഷിപ്പ്, എയർക്രാഫ്റ്റ്, റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, പ്ലാന്റ് ആൻഡ് മെഷീനറി 100% ഡിപ്രീസിയേഷൻ ഓൾറെഡി ക്ലെയിം ചെയ്തതിനൊന്നും നമുക്ക് എന്ത് കിട്ടില്ല 32 AD അഡീഷണൽ ആയിട്ടുള്ള വെയിറ്റേജ് ഡിഡക്ഷൻ കിട്ടില്ല. 32 AD ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി നോട്ടിഫൈഡ് ബാക്ക്വേർഡ് അല്ലെ ഇൻവെസ്റ്റ്മെന്റ് ലിങ്ക്ഡ് ഡിഡക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ബാക്ക്വേർഡ് ഏരിയയിൽ ഉണ്ടോ
32 നോർമൽ ഡിപ്രീസിയേഷൻ പ്ലസ് 35% അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടാതെ എന്നൂടെ കിട്ടും 15%. എന്താണ് ഈ പറയുന്ന ഏരിയാസിലൊന്നും എന്താണ് മാനുഫാക്ചറിങ് കൺസേൺ ആരും പോകില്ല. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ ബാക്ക്വേർഡ് ഏരിയാസ് ആണ്. ഓക്കെ, അതുകൊണ്ട് അവിടെയൊക്കെ എന്താണ് മാനുഫാക്ചറിങ് എൻറ്റിറ്റീസ് വളർത്താൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണിത്. ഈ പറഞ്ഞ 32 സബ്സെക്ഷൻ 1 ക്ലോസ് 2A പ്രകാരം അഡീഷണൽ ഡിപ്രീസിയേഷൻ 35% എന്നുള്ളതും 32AD 15% എന്നുള്ളതും. ഓക്കെ, ദെൻ സ്പെഷ്യൽ ഡിഡക്ഷൻ assessee engaged in coffee rubber growing. Okay, 33AB. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് assessee engaged in the business of growing or manufacturing tea, coffee, rubber in India. Deduction deposit allowed is some amount deposited in NABARD. Okay. Amount deposited in NABARD up to the date of filing return or 6 months from the end of the financial year, whichever is a deduction. So actual deposit അല്ലെങ്കിൽ 40% of PGPP. യൂട്ടിലൈസേഷൻ ഇതെന്താണ് ഈ പറയുന്ന നബാർഡ് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്തിരിക്കണം. മിസ് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷാൽ ബി വിഡ്രോൺ ആൻഡ് ടാക്സബിൾ അണ്ടർ നേരത്തെ കിട്ടിയ ഡിഡക്ഷൻ വിഡ്രോ ചെയ്യും. നമുക്കിവിടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഇതാണ് 33AB പ്രകാരം നമുക്ക് ഇപ്പം ടീ, കോഫി, റബ്ബർ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആക്ച്വൽ PGPP ഇൻകം അല്ലെങ്കിൽ 40% അല്ലെ ആക്ച്വൽ എമൗണ്ട് നബാർഡിൽ ഡെപ്പോസിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ 40% PGPP ലെസ് ചെയ്താണോ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, ബട്ട് 7A 7B റൂൾ 8 പ്രകാരം എന്താണ് ബിസിനസ് ഇൻകം. ഇപ്പൊ നമുക്കിവിടെ എക്സാമ്പിൾ വലിയൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഡൗട്ട് വന്നു, ആദ്യം ഈ 40% കുറയ്ക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് 40% കുറയ്ക്കേണ്ടത്. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനകത്ത് വെരി ഇമ്പോർട്ടൻറ്റ് ആ ഓർഡർ. ആദ്യം എന്താണ് നോർമൽ സെനാരിയോയിൽ PGPP ഇൻകം കണ്ടുപിടിക്കുക. ദെൻ അണ്ടർ സെക്ഷൻ 33AB. ഓക്കെ, സോ എമൗണ്ട് ഇൻവെസ്റ്റഡ് ആണോ, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ നബാർഡ്. ഓക്കെ, എമൗണ്ട് അല്ലെങ്കിൽ 40% ഓഫ് PGPP അത് ആദ്യം കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ത് നമ്മുടെ PGPP ഇൻകം. ഓക്കെ, അതിനുശേഷം എന്താണ് ഈ പറയുന്ന റൂൾ യൂസ് ചെയ്ത് റൂള് 7A ആണോ 7B ആണോ 8 ആണോ യൂസ് ചെയ്ത് എന്താണ് ബിസിനസ് ഇൻകവും അഗ്രികൾച്ചർ ഇൻകവും ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുക. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഈ ഓർഡർ. സോ PGPP ഇൻകം കണ്ടുപിടിക്കുന്നു. അതിനുശേഷം എന്താണ് ഡയറക്റ്റ് നമ്മൾ എന്താണ് 40% ആണ് കുറയ്ക്കുന്നത്. 40% ആക്ച്വലി എമൗണ്ട് ഇൻവെസ്റ്റഡ് വിച്ച് ആർ ഇസ് ലെസ്. അതിനുശേഷം അപ്പോൾ കിട്ടുന്ന PGPP ഇൻകത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെഗ്രിഗേഷൻ റൂൾ അല്ലെങ്കിൽ ഈ കോമ്പോസിറ്റ് ഇൻകം വന്നു കഴിഞ്ഞാലുള്ള റൂള് ഇപ്പൊ 35-65 25-75 40-60 ആ രീതിയിലുള്ള റൂളിലേക്ക് വരുന്നത്. ഓക്കെ, then next one 33ABA site restoration account as engaged in the business of prospecting or extracting production of natural gas and petroleum. Okay, so SBI സൈറ്റ് റെസ്റ്റോറേഷൻ അക്കൗണ്ട് ആണ്. നേരത്തെ വ്യത്യാസമായിട്ടുള്ളത് അപ് ടു ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ പ്രീവിയസ് ഇയർ ആണ്. മറ്റേത് 6 months അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ ആണ്. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 40% പകരം 40% ഇവിടെ കിട്ടുന്നത് ഇവിടെ 40 തെറ്റായി ടൈപ്പ് ചെയ്യുന്നതാണ് 20% ആണ്. 20%. Okay. Actual 20%. Okay. Actual amount of 20%. 20% of PGPP. Then utilization അതേപോലെ. Then ബാക്കി കേസസ് എല്ലാം കോമൺ പോയിന്റ്സ് ആണ് പറയുന്നത്. 100% ആൾറെഡി നമുക്ക് ഓഫീസ് പ്രീമിയസ് കിട്ടില്ല. നോട്ട് യൂട്ടിലൈസ് PM റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഓഫീസ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 33ABക്ക് മാത്രമുള്ളത് 33ABക്ക് മാത്രം ക്ലോഷർ വിഡ്രോവൽ ഓഫ് ഡെപ്പോസിറ്റ് ഓൺ ക്ലോഷർ ഓഫ് ബിസിനസ് ആണെങ്കിൽ ടാക്സബിൾ ആണ്. ഡിസൊല്യൂഷൻ ഓഫ് ലോൺ ടാക്സബിൾ ആണ്. ഡെത്ത് ഓഫ് അസസി നോട്ട് ടാക്സബിൾ ആണ്. പാർട്ടീഷൻ ഓഫ് HUF നോട്ട് ടാക്സബിൾ ആണ്. പാർട്ടീഷൻ ഓഫ് HUF നോട്ട് ടാക്സബിൾ ആണ്. ലിക്വിഡേഷൻ ഓഫ് കമ്പനി ഓൾസോ നോട്ട് ടാക്സബിൾ. ഓക്കെ, സോ ക്ലോഷർ ഓഫ് ബിസിനസ്സും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും എന്താണ് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. ആ ഒരു ടൈമിലാണ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. സോ നമുക്ക് 33AB ആണ് നമുക്ക് ബിസിനസ് അഗ്രികൾച്ചർ ഇൻകം അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ഇൻകത്തിന് സെനാരിയോ പ്ലസ് 33AB ഒരുമിച്ച് കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം ഏത് കുറയ്ക്കണം
അതിനുശേഷം എങ്ങനെ എപ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യണം. സോ വെരി ഇമ്പോർട്ടന്റ് ആ ഓർഡർ. ഫസ്റ്റ് പി ജി പി തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് പി ജി പി ഇൻകം, ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB. ആഫ്റ്റർ ദാറ്റ് പി ജി പി ഇൻകം എന്ത് ചെയ്യുക, റോൾ വെച്ചിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാം. ഓക്കെ, സോ കോമ്പോസിറ്റ് ഇൻകം സെഗ്രിഗേറ്റ് ചെയ്യാം. ദെൻ വെരി ഇമ്പോർട്ടന്റ് expenditure on scientific research. Expenditure on scientific research, very important, very important expenditure on scientific research. Okay, അപ്പോൾ നോക്കാം. Expenditure incurred by SSC in revenue and capital expenditure other than cost of acquisition of land on scientific research for in-house research related to its business allowable deduction 35 subsection 1 clause 1, 35 subsection 1 clause 4, reading with 35 subsection 2. Okay. Deduction is also allowed in respect of payment of salary, purchase of material inputs for scientific research during 3 years immediately preceding the year of commencement of business. Such deduction is allowed in the year of as commence its business. Okay, 35 subsection 1 clause 1. Capital expenditure incurred prior to commencement of business is also allowable in the year of business commenced. In case of SSC engaged in the business of biotechnology or manufacturing or production of articles of things, reduction of 150% expenditure incurred scientific research, in-house research and employment facility allowed other than expenditure on cost of land and building, section 35 subsection 2AB. Then outside contribution anengil 35 subsection 1 clause 2 150%. Notified approved research association, university, college, other scientific research 150. So approved notified company for scientific research 100%. Notified research association, university, college, other institution 100%. Approved national IIT, National Laboratory, University, specified version for scientific research undertaken under an approved program 150%. Okay. So നമുക്ക് ഇതൊരു ചാർട്ട് ആയിട്ട് മാറ്റാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സെക്ഷൻ 35. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ ആദ്യം ഇൻ ഹൗസ് റിസർച്ച്, നമ്മൾ രണ്ട് രീതിയിൽ തിരിക്കുകയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. Research before commencement of business. Research before commencement of business. Research before commencement of business. നമുക്ക് എന്താണ് expenses up to maximum of 3 years before the date of commencement. Okay. നമുക്ക് എക്സ്പെൻഡിച്ചർ രണ്ട് രീതിയിലാകാം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആകാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകാം. റവന്യൂ എക്സ്പെൻഡിച്ചർ ആകാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകാം. ഓക്കെ, സോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 ക്ലോസ് 1. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 ക്ലോസ് 4. ഓക്കെ, സോ salary other than perquisites plus raw materials, ഇതിലെല്ലാം എന്ത് കിട്ടും, എത്രയാണോ ചിലവായത് അതിൻ്റെ 100% ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സോ അതർ എക്സ്പെൻസ് എന്താണ്, നോ ഡിഡക്ഷൻ. സോ ദാറ്റ് മീൻസ് ഇത് ശ്രദ്ധിച്ചോണം, നമ്മുടെ നോക്കണം, ഇൻഹൗസ് റിസർച്ച് ആണ്, കമൻസ്മെന്റിന് മുമ്പാണ്. റവന്യൂ ആണെങ്കിൽ എന്താണ് 3 വർഷം വരെ ഉള്ള കിട്ടും. സാലറി പെർക്യൂസിറ്റ്സ് കിട്ടത്തില്ല. സോ അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന റോ മെറ്റീരിയൽസ് എല്ലാം എന്താണ്, എത്ര ചിലവായോ അത്രയും എടുക്കാം. വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ റവന്യൂ ആയിട്ടുള്ള വേറെ എക്സ്പെൻഡിച്ചർ എന്താണ് കിട്ടില്ല. സോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട എപ്പോഴാണ്, നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. ലാൻഡിന് നോ ഡിഡക്ഷൻ,
അതേഴ്സ് ആണ് ലാൻഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഏത് ക്യാപിറ്റൽ നേച്ചറുകളാണെങ്കിലും എത്രയാണ് 100% ഡിഡക്ഷൻ. 100% ആണ് ഡിഡക്ഷൻ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇൻ ഹൗസ് റിസർച്ച് എന്താണ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് മുമ്പാണെങ്കിൽ റവന്യൂ ആണെന്നുണ്ടെങ്കിൽ സാലറിക്ക് കിട്ടും, പെർക്യൂസിറ്റിന് കിട്ടത്തില്ല, റോ മെറ്റീരിയലിന് കിട്ടും, ബാക്കിയൊന്നും കിട്ടത്തില്ല. ക്യാപിറ്റൽ ആണെങ്കിൽ ലാൻഡിന് കിട്ടില്ല, ബാക്കി എല്ലാത്തിനാണ് 100% ഡിഡക്ഷൻ. ഓക്കെ, ദെൻ സെക്കൻഡ് സെനാരിയോ ഇൻ ഹൗസ് റിസർച്ച് തന്നെ റിസർച്ച് ആഫ്റ്റർ commencement of business. Okay, so ഇവിടെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു, രണ്ട് അസസീസ് ആണ്. നമ്മൾ കമ്പനി അസസി. ഓക്കെ, കമ്പനി അസസീസിന് മാത്രമാണ് ഈ പറയുന്ന സെനാരിയോ. അസസി ഡൂയിങ് business of biotechnology or manufacturing or production of articles or things. So very important. Attractive section 35 subsection 2ab. Section 35 subsection 2ab. Okay, so that means നമ്മൾ ബിഫോർ കമൻസ്മെന്റ് കഴിഞ്ഞു, ആഫ്റ്റർ കമൻസ്മെന്റ് ആണെങ്കിൽ ഈ പർട്ടിക്കുലർ അസസി ആണെങ്കിൽ ദാറ്റ് മീൻസ് കമ്പനി അസസി ആയിരിക്കണം, അവരൊന്നെങ്കിൽ ബയോടെക്നോളജിയിലായിരിക്കണം, ബിസിനസ് ഓഫ് ബയോടെക്നോളജി അല്ലെങ്കിൽ മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓർ തിങ്സ്. സോ എക്സ്പെൻഡിച്ചർ വീണ്ടും എത്ര ഇതിലാകാം? റവന്യൂ ആകാം, ക്യാപിറ്റൽ ആകാം. ഓക്കെ, സോ റവന്യൂ എക്സ്പെൻഡിച്ചർ 35 സബ്സെക്ഷൻ 1 ക്ലോസ് 1 അല്ലെങ്കിൽ 35 സബ്സെക്ഷൻ 2ab ലാണ് ഇവിടെ 150%. ദാറ്റ് മീൻസ് 100 രൂപ ചിലവായാൽ നമുക്ക് എത്രയാണ്? 150 രൂപ ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ ബയോടെക്നോളജി, മാനുഫാക്ചറിങ്. ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ മൂന്നായിട്ട് തിരിച്ചിരിക്കുകയാണ്. ലാൻഡിന് നോ ഡിഡക്ഷൻ, ബിൽഡിങ്ങിന് വെയിറ്റഡ് ഡിഡക്ഷൻ കിട്ടില്ല. എത്ര എടുക്കാം? 100 എടുത്തു, പക്ഷെ എന്താണ് 100% ഡിഡക്ഷൻ. സോ അതർ ക്യാപിറ്റൽ എത്രയാണ്? 150%. ഓക്കെ, സോ ഇനി നമുക്ക് കമൻസ്മെന്റിന് ശേഷം അതർ അസസീസ് ആണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ. എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 100%. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തിരിക്കാം, ലാൻഡ്, അതേഴ്സ്. ഓക്കെ, ലാൻഡിന് നോ ഡിഡക്ഷൻ, അതറിന് എത്രയാണ് ചിലവായത്? 100% ഡിഡക്ഷൻ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഇൻഹൗസ് റിസർച്ച് ആണെങ്കിൽ ബിഫോർ കമൻസ്മെന്റ് ആണെങ്കിൽ റവന്യൂ ക്യാപിറ്റൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. റവന്യൂവിൽ നമുക്ക് എന്താണ്? സാലറി കൊടുക്കാം, പെർക്യൂസിറ്റി പറ്റില്ല, റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ 100%. ക്യാപിറ്റൽ ആണെങ്കിൽ ലാൻഡിന് കിട്ടില്ല, ബാക്കി എല്ലാത്തിനും 100%. ദെൻ ആഫ്റ്റർ കമൻസ്മെന്റ് 35 2ab ആണെന്നുണ്ടെങ്കിൽ സോ അതായത് കമ്പനി അസസി, ബയോടെക്നോളജി അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓർ തിങ്സ്. ദെൻ 35 സബ്സെക്ഷൻ 2b റവന്യൂ എക്സ്പെൻഡിച്ചർ 150, ക്യാപിറ്റലിലെ ലാൻഡിന് കിട്ടില്ല, ബിൽഡിങ്ങിന് 100, ബിൽഡിങ്ങിന് കിട്ടില്ല, വെയിറ്റഡ് കിട്ടില്ല, അതേഴ്സിന് 150%. ദെൻ അതർ അസസീസ്, അതായത് ഈ പറയുന്ന കമ്പനി അസസി, ബയോടെക്നോളജി അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് കൺസേൺ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് ആർട്ടിക്കിൾ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ 100%, ക്യാപിറ്റലിലെ ലാൻഡ് ഡിഡക്ഷൻ കിട്ടില്ല, അതേഴ്സിന് 100% ഡിഡക്ഷൻ കിട്ടും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നമുക്ക് അടുത്തൊരു സെനാരിയോ കൂടെ ഉണ്ട് ഇതിനകത്ത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻഹൗസ് ആയിട്ട് റിസർച്ച് ഒന്നും നടത്തുന്നില്ല, എന്ത് ചെയ്യാണ്? കോൺട്രിബ്യൂഷൻ കൊടുക്കുവാണ്. എന്തിനകത്തേക്കാണ്? സോ വേറെ ഏതെങ്കിലും റിസർച്ച് അസോസിയേഷന് കോൺട്രിബ്യൂഷൻ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ given to research association. So contribution given ആണ്. ആർക്കൊക്കെയാണ് കോൺട്രിബ്യൂഷൻ given to? Contribution to approved research association. Approved research association
അപ്രൂവ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി. ഓക്കെ, സോ ഇവർക്ക് കൊടുക്കുന്നത് ഫോർ സയന്റിഫിക് റിസർച്ച്, സയന്റിഫിക് റിസർച്ചിനാണ് കൊടുക്കുന്നത്. നമുക്ക് എത്ര കിട്ടും? 150%. എത്രയാണോ കൊടുത്തത് അതിന്റെ 1.5 ഇരട്ടി 1 lakh ആണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ കൊടുക്കുന്നവർക്കാർക്കാണ്? അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ കോളേജിനോ യൂണിവേഴ്സിറ്റി. അപ്രൂവ്ഡ് കോളേജ്, അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി. ദെൻ അവർ യൂസ് ചെയ്യുന്നത് ഫോർ സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ the section 35 subsection 1 clause 2 then ഇവിടെ അപ്രൂവ്ഡ് റിസർച്ച് ആണെങ്കിൽ 100% എത്രയാണോ കൊടുത്തത് അത്രയും കിട്ടും. സെക്ഷൻ 35 സബ്സെക്ഷൻ 1 ക്ലോസ് 3 സെക്ഷൻ കൂടെ ക്ലോസ് കൂടെ കൂട്ടി ചെയ്താൽ നന്നായിരിക്കും. ദെൻ ഫസ്റ്റ് സെനാരിയോ നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഇവർക്കാണ്. റിസർച്ചിന് സയന്റിഫിക് റിസർച്ചിനാണെങ്കിൽ 150%, വേറെ എന്തെങ്കിലും സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിനാണെങ്കിൽ 100%. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ടു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഓർ നാഷണൽ laboratories for scientific research, then section 35 subsection 2AA കിട്ടുന്നത് 150% ഡിഡക്ഷൻ. 150% കൊടുത്ത എത്രയാണോ അതിന്റെ 1.5 ഇരട്ടി കിട്ടും. then contribution to approved Indian company engaged in research and development for scientific research, okay, so scientific research ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അപ്രൂവ്ഡ് ഇന്ത്യൻ കമ്പനി സയന്റിഫിക് റിസർച്ച് ചെയ്യുന്നതാണെങ്കിൽ സെക്ഷൻ 35 സബ്സെക്ഷൻ 1 ക്ലോസ് 2A 100% ഡിഡക്ഷൻ. എത്രയാണോ ഫിഗർ കൊടുത്തത് അതിന്റെ 100%. സോ നമുക്ക് എപ്പോഴും ഈ ഒരു രണ്ട് ചാർട്ടിൽ നിന്ന് തന്നെ ഫുൾ ക്രെഡിറ്റ് കിട്ടണം. സോ അതിനകത്ത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് അടുത്ത ഇയറിലേക്ക് ആകുമ്പോഴത്തേക്കും എല്ലാം തന്നെ നമുക്കൊരു 100% ഒരു നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞ പോലെ സെക്ഷൻ സബ്സെക്ഷനും ക്ലോസും ആണ്. സോ വെരി ഇമ്പോർട്ടൻറ്റ് in-house research contribution given. Okay, so next one 35 ABB expenses for obtaining telecommunication license obtained before commencement of business. License we already paid. Deduction shall be allowed from the year in which business of commencement till the previous year in which license expires. License obtained after commencement of business, deduction shall be allowed from the previous year in which fee till previous year in which license expires. Okay, so tax treatment. So that means എത്ര വർഷത്തേക്കാണോ ലൈസൻസ് ഉള്ളത് ആ വർഷത്തേക്ക് ഈക്വൽ ആയിട്ട് എഴുതി കളയാണ് ചെയ്യുന്നത്. ദെൻ ഒരു എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് ലൈസൻസ് 100 ആണ് വിചാരിക്കാം. 100 എമൗണ്ട് പെയ്ഡ് അറ്റ് ദ ബിഗിനിങ്ങിൽ പേ ചെയ്തു. ലൈസൻസ് ലൈഫ് 10 years. Third year license is sold for 72 rupees or 90 rupees or 120 rupees. Okay, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. സോ 10 വർഷത്തേക്കാണ് ഓരോ വർഷം ലൈഫിനനുസരിച്ചാണ് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു ആദ്യത്തെ 100 ഉണ്ടായിരുന്നു, ആദ്യത്തെ വർഷം 10 എഴുതി, പിന്നെ 90 ഉണ്ട്, രണ്ടാമത്തെ വർഷം 10 എഴുതി. തേർഡ് ഇയറിൽ എന്താണ് സംഭവിക്കുന്നത്? തേർഡ് ഇയറിൽ 72 റുപ്പീസിനാണ് അത് വിൽക്കുന്നതെങ്കിൽ. ഓക്കെ, തേർഡ് ഇയറിൽ 72 കൊടുക്കുകയാണെങ്കിൽ സോ എത്ര വരും? മിച്ചം 8 വരും. നമുക്ക് എന്ത് ചെയ്യാം? അൺഅമോർട്ടൈസ്ഡ് ആയിട്ട് കിടക്കുന്നത് ഇത് P&L ഡെബിറ്റ് ചെയ്ത് കളയും. ഓക്കെ, സോ ദാറ്റ് മീൻസ് P&L ചാർജ് ചെയ്യും.
നമ്മൾ SLM മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ടെർമിനൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന അതേ ഒരു സെനാരിയോ ഇവിടെ വരും. ദെൻ ഈ സെനാരിയോ എത്ര വരും? 80 ആയിരുന്നു. എത്രയാണ് നമ്മൾ സെയിൽ നടത്തുന്നത്? 90. എക്സസ് 1080. ഓക്കെ, സോ എക്സസ് 1080 നമുക്ക് എന്ത് ചെയ്യാം? P&L ക്രെഡിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് പോലെ അല്ലെ ബാലൻസിങ് ചാർജ് പോലെ PGPയിൽ കാണിക്കുന്ന പോലെ ഇവിടെ എന്താ പറയാം? P&L ക്രെഡിറ്റ് വന്നു. ഓക്കെ, സോ അടുത്തത് ഇവിടെ 80 ആയിരുന്നു, 120 വിട്ടു. ദാറ്റ് മീൻസ് എത്ര വന്നു? 40 വന്നു. സോ 20 നേരെ എന്ത് കാണിക്കാം? P&L 20 വരെ നമുക്ക് ഇതിനകത്ത് 20 വരെ P&L ക്രെഡിറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് PGBP. റിമൈനിങ് 20യോ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് മീൻസ് 100 റുപ്പീസിന്റെ അസറ്റ് 120 റുപ്പീസിന് വിട്ട ഒരു ഫീലാണ് എഫക്റ്റ് ആണ് വരുന്നത്. ക്യാപിറ്റൽ ഗെയിൻ അത് ഷോർട്ട് ടൈം ആകാം, ലോങ് ടൈം അതനുസരിച്ചിട്ട് പീരീഡ് ഓഫ് ഹോൾഡിംഗ് വെച്ചിട്ട് വ്യത്യാസം വരാം. ഓക്കെ, സോ ഡിപ്രീഷിയബിൾ അസറ്റ് നമ്മൾ ഉറപ്പായിട്ട് എന്ത് പറഞ്ഞാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അതല്ല. ദെൻ 35 ABA expenses for obtaining telecommunication spectrum. So spectrum എന്നുള്ളത് ലൈസൻസിനോട് ഈക്വൽ ആയിട്ട് ദാറ്റ് മീൻസ് 33 AB 35 AB ഏതൊക്കെ രീതിയിലാണോ ABBക്ക് ഏതൊക്കെ രീതിയിലാണോ ആപ്ലിക്കബിൾ ആയിരുന്നത് അതേപോലെ 35 ABA. Then next one specified business 35 AD. So ഈ പറയുന്ന 14 സ്പെസിഫൈഡ് ബിസിനസ്സിന് ഡിഡക്ഷൻ കിട്ടുന്ന 100% സെറ്റിംഗ് അപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് എ കോൾഡ് ചെയിൻ ഫെസിലിറ്റി, setting up of an operating warehousing facility, laying and operating cross-country pipeline, then hotel, building and operating hotels of 2-star or above, hotels of 2-star or above, then developing building housing project under slum. So hospital within minimum 100 patients bed, then slum development project, production of fertilizer in India, setting up operating containers, depot in container, freight station, beekeeping and production of bee, honey, wax, setting and operating of warehousing facility of sugar, laying operating slurry pipeline for the transport of iron ore, setting and operating semiconductor wafer fabricate manufacturing, developing and maintaining, operating, developing, manufacturing, operating a new infrastructure facility. So ഇതിനെല്ലാം നമുക്ക് നോക്കാം. ഈ 100% റിഡക്ഷൻ കിട്ടുന്നത് നോക്കാം. ഇത് കണ്ടീഷൻ നോക്കാം. ഇതെന്തായിരിക്കണം? ഒരു ന്യൂ ബിസിനസ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇത് സെറ്റിംഗ് ആൻഡ് ഓൾഡ് ബിസിനസ് റീകൺസ്ട്രക്ഷൻ ആകാൻ പാടില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറിക്കാണ് നമുക്ക് കിട്ടുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെപ്ഷൻ എക്സെപ്ഷൻ 1 ഇമ്പോർട്ടഡ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആകണം. നമുക്ക് അതായത് ഇന്ത്യക്ക് പുറത്താണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സെക്കൻഡ് ഹാൻഡ് മെഷീനറി യൂസ് ചെയ്യാം. അത് കൂടാതെ 20% ഓഫ് ടോട്ടൽ മെഷീനറി ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്തായിട്ട് എടുക്കാം. സോ അവിടെ ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ട് ചെയ്ത് വരുന്നത് എന്താണ്? ഫസ്റ്റ് സെക്കൻഡ് ഹാൻഡ് ആയിട്ടല്ല, ഫസ്റ്റ് ഇമ്പോർട്ടഡ് ഓൾഡ് മെഷീനറി, പ്ലാന്റ് ആൻഡ് മെഷീനറി വിച്ച് ഡിപ്രീസിയേഷൻ not claimed under ITR. Okay, so assessee is the business of carrying cross-country pipeline. So ഇവിടെ വരെ ശ്രദ്ധിക്കേണ്ട allowed reduction allowed on capital expenses, okay, except land, goodwill, financial instruments. Okay, so ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നേരത്തെ നോക്കേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി, then capital, ഇതിനകത്ത് ലാൻഡിനും ബിൽഡിങ്ങിനും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഒഴിച്ച് ബാക്കി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണ് എന്ത് കിട്ടുന്നത്? 35 AD ഫുൾ 100% ഡിഡക്ഷൻ കിട്ടുന്നത്. പണ്ടായിരുന്നെങ്കിൽ 100% വ്യത്യാസം ഉണ്ടായിരുന്നു. സോ നമുക്ക് ഈ പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാവും. ഇതിനകത്ത് ഇത് 35 AD ബിസിനസ്. പിന്നെ നമുക്ക് 35 AD ശ്രദ്ധിക്കേണ്ട ഇതാണ്, 35 AD ബിസിനസ്സിൽ നമുക്കൊരു ഡിഡക്ഷൻ കിട്ടിയാൽ 8 years ആ ഒരു ന്യൂ അസറ്റ് 8 years ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ അതിനു മുമ്പ് ട്രാൻസ്ഫർ ചെയ്താൽ അല്ലെങ്കിൽ നോൺ സ്പെസിഫൈഡ് ബിസിനസ് വിത്തിൻ 8 years from the following shall be taxable under PGBP ടാക്സ് ചെയ്യും. എമൗണ്ട് ഓഫ് ഓൾറെഡി കിട്ടിയ ഡിഡക്ഷൻ എത്രയാണോ അതിൽ നിന്ന്. സോ 35 AD എടുക്കുമ്പോഴുള്ള കുഴപ്പം എന്താണ്? നമ്മൾ സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ 35 AD നേരത്തെ കിട്ടിയ ഡിഡക്ഷൻ എത്രയാണോ അതിൽ നിന്ന് സോ യൂസ് ചെയ്യും, അതായത് നോർമൽ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നെങ്കിൽ കിട്ടുന്ന ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യും? PGBP ടാക്സ് ചെയ്യും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. 35 AD നേരത്തെ ഡിഡക്ഷൻ 8 years യൂസ് ചെയ്യണം എന്നുള്ളതാണ് കണ്ടീഷൻ. 8 years ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നോൺ സ്പെസിഫൈഡ് ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ യൂസ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഡിഡക്ഷൻ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ആ പീരീഡിലെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ഓക്കെ, PGBP ടാക്സബിൾ ആയിട്ട് വരും. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പേയ്മെന്റ് ടു അസോസിയേഷൻ 35 CCA institution, that means contribution to notified rural development fund, notified urban poverty eradication fund എല്ലാത്തിനാണ് 100% എത്ര കൊടുത്തോ അത്രയും കിട്ടും. ഓക്കെ,
then expenditure on agricultural extension എത്ര കൊടുത്തോ അതിന്റെ 150%. then expenditure on skill development. Okay, cost of ലാൻഡിനും ബിൽഡിങ്ങിനും കിട്ടില്ല അതർ ദാൻ എക്സ്പെൻഡിച്ചർ ഇൻ നേച്ചർ ഓഫ് കോസ്റ്റ് ഓഫ് നമുക്ക് എത്രയാണോ അതായത് അതിന്റെ 150%. then next one very important 35D. Okay, 35D. so section 35D amortization of preliminary expense. Preliminary expenditure incurred by Indian company and other resident non-cooperative assessees shall be allowed as deduction over a period of 5 years from the beginning which a previous year in which business commences or which extension of the undertaking completed or new unit commences operation or production. Okay, so maximum aggregate amount of qualifying expense that can be amortized is 5% of cost of project in case of an Indian company, 5% of cost of project or its option. Okay, or at its option 5% of capital employed by the company whichever is higher. Okay, so നമുക്ക് preliminary expenditure ഉണ്ടെങ്കിൽ preliminary expenses നമുക്ക് എന്ത് ചെയ്യാം 35AD വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം amortize ചെയ്യാം 5 ഇയേഴ്സിലേക്ക് നമുക്ക് രണ്ടായിട്ടാണ് നമുക്ക് preliminary expenditure എത്രയാണോ so subject to Indian company ആണെങ്കിൽ നമുക്ക് actual preliminary expense. Okay, first one actual preliminary expense or 5% of, in case of Indian, 5% of cost of project or 5% of capital employed. Okay, ഇതില് ഏതാണോ ലീസ്റ്റ് അതായിരിക്കും എന്ത് അതിന്റെ സോ അതിൽ ലീസ്റ്റ് നമുക്ക് എന്തെടുക്കാം 5 അല്ലെ 5 ഈക്വൽ 1/5 നമുക്ക് ഈ വർഷം കഴിയാം 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്. So other than Indian company, other resident assessees. So എന്തുവരും actual preliminary expense ഇവിടെ എന്താണ് 5% of capital employed ഇല്ല 5% of cost of project. Okay, whichever is less അതിന്റെ ആ കിട്ടുന്നതിന്റെ 5 equal installments ആയിട്ട്. Okay, 5 equal installments. So cost of project ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് cost of project capital employed. Okay, cost of project means നമുക്ക് പറയാവുന്നത് amount invested in fixed assets of new project. Okay, fixed asset ൽ ഇൻവെസ്റ്റ് ചെയ്തത് cost of capital employed എന്ന് പറഞ്ഞാൽ capital employed share capital plus debentures long term borrowings. Okay, share capital plus debentures plus long term borrowings for new project or extension. Okay, so ഇതില് ഏതാണോ 5% എടുക്കുക ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ലീസ്റ്റ് ഏതാണോ അതായിരിക്കും നമ്മുടെ ക്വാളിഫയിങ് എമൗണ്ട് അത് 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം 35D ക്ലെയിം ഡിഡക്ട് ചെയ്യാം. ഓക്കെ, സോ ഡിഡക്ഷൻ എക്സ്പെൻസസ് ഓൺ കേസ് ഓഫ് അമാൽഗമേഷൻ. സോ അമാൽഗമേഷന് ഉള്ള ഉണ്ടായ എക്സ്പെൻഡിച്ചർ എന്താണ് ഒറ്റയടിക്കല്ല ഡിഡക്ഷൻ അലൗഡ് അസസി in 5 equal installments. So expense എന്താണ് 5 equal installments ആയിട്ടായിരിക്കും. Then amortization VRS കിട്ടുന്നതും എന്താ ഇതേപോലെ തന്നെ amalgamation incurred previously payment employee the connection with the voluntary retirement accordance voluntary scheme shall be allowed as reduction in that previous year and balance in 4 equal installments immediately after. Okay, so that means ഇവിടെ എന്താണ് 5 equal installments ആ വർഷം പ്ലസ് 4 വർഷം കൂടെ. Okay, so that means ആ വർഷം പ്ലസ് 4 വർഷം 5 equal installments. So then next one 35E പറയുന്നത് my expenditure on prospecting or development of mineral oils ആണ് പറയുന്നത്. So when commercial such should be incurred ഈ പറയുന്ന any operation prospecting of any minerals എല്ലാം നമുക്ക് എന്താണ് production 4 years immediately preceding the previous of that incurred commercial production മുമ്പ് വരെ. So deduction allowed over a period of 5. Okay, so commercial production മുമ്പുള്ള 4 years
പ്രയർ ആയിട്ടുള്ള ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ എല്ലാം, ഈ പറഞ്ഞ എക്സ്പാക്ടിങ് പ്രോസ്പെക്ടിങ് ആയിട്ടുള്ള ഈ എക്സ്പെൻഡിച്ചർ എല്ലാം എന്താണ് 10 വർഷത്തേക്ക്, ഫോർ എ പീരീഡ് ഓഫ് 10 വർഷം കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്, സോ എത്രയാണോ PGBP ഇൻകം അതുവരെ, അതുകൊണ്ടാണ് നമുക്ക് 10 വർഷം വരെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ്. 10 വർഷം PGBP ഇൻകം എത്രയാണ്, ഓരോ വർഷം എത്ര വരെ ചെയ്യാം, 10 വർഷം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് സെക്ഷൻ ആണ് 36, വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 36. സോ 36 കുറെ 36 സബ്സെക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ഇൻഷുറൻസ് പ്രീമിയം ഓൺ സ്റ്റോക്ക് ഓർ സ്റ്റോക്സ്. ഓക്കെ, സോ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഷുർ ചെയ്യുന്ന അല്ലെ, ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് അടക്കേണ്ടി വരും, പ്രീമിയം അടക്കേണ്ടി വരും. ഈ എന്തിനു വേണ്ടിയാണ്, സോ നമ്മുടെ ബിസിനസ്സിന് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് പറഞ്ഞാൽ എന്താകാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആകാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആകാം, റോ മെറ്റീരിയൽസ് ആകാം അല്ലെ. സോ ഇതെല്ലാം എന്താണ്, ഇത് ഈ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്ന സെയിൽ ചെയ്യണമെന്ന് ബിസിനസ് ആണ്. സോ ഇത് എന്തെങ്കിലും കത്തിപ്പോവുക അല്ലെങ്കിൽ എക്സ്പ്ലോഷനോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ലോസ് ഉണ്ടാവും. സോ അങ്ങനെ ലോസ് ഉണ്ടാകുമ്പോൾ നമുക്കിപ്പം 5 crores-ൻ്റെയൊക്കെയാണ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് സ്റ്റോക്കിൻ്റെ ഇടയിൽ എന്താണ്, അത് എന്തെങ്കിലും ഫയർ ആക്സിഡന്റ് ഉണ്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനി തരണം. സോ നമുക്ക് ഒറ്റയടിക്ക് ആ ചിലവ് നമുക്ക് ആ ഒരു വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റില്ല. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സോ ഇത് എന്തിനു വേണ്ടിയാണ്, ബിസിനസിന്റെ സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, ബിസിനസിന്റെ സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടിയാണ്. ഫോർ സ്റ്റോക്കിനോ സ്റ്റോഴ്സിനോ വേണ്ടി എടുക്കുന്ന ഇൻഷുറൻസ് കൊടുക്കുന്ന എന്താണ് പ്രീമിയം നമുക്ക് എന്തായിട്ട് എടുക്കാം, 36 സബ്സെക്ഷൻ 1 ക്ലോസ് 1 പ്രകാരം നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഷുറൻസ് പ്രീമിയം, ഹെൽത്ത് ഓഫ് എംപ്ലോയീസ്, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ എംപ്ലോയി ഫോർ എംപ്ലോയീസ് ഇറ്റ് ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഇഫ് പ്രീമിയം പെയ്ഡ് ഇൻ എനി മോഡ് അതർ ദാൻ ക്യാഷ്. ഓക്കെ, അതർ ദാൻ ക്യാഷ്. സോ ഇതെന്താണ്, ശരിക്കും എംപ്ലോയർക്ക് വേണ്ടിയിട്ട് എംപ്ലോയി വർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ അതിനകത്ത് എന്താ, ഇൻഷുറൻസ് ഹെൽത്ത്, എംപ്ലോയിയുടെ ഹെൽത്തിന് വേണ്ടി ആര് എമൗണ്ട് പേ ചെയ്യുന്നു, എംപ്ലോയർ. ഇത് എന്തിനു വേണ്ടിയാണ്, എംപ്ലോയി കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സോ എന്തിനു വേണ്ടിയാണ്, അത് നേരത്തെ പറഞ്ഞ പോലെ ബിസിനസിന്റെ സ്മൂത്ത് ഫ്ലോയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ത് എംപ്ലോയർ ആ ഒരു ഫണ്ട് മുടക്കിയിരിക്കുന്നത്. therefore allowed as deduction. Okay, so then next one 36 subsection 1 clause 2 bonus or commission. Okay, employees allowed as deduction on section 43. Okay, section 43b പറയുന്നത് on actual payment. Okay, actual payment. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ, നമ്മൾ എന്താ ബോണസ് അല്ലെങ്കിൽ കമ്മീഷൻ കൊടുക്കുന്ന എന്താണ്, നമുക്ക് ബോണസ് കൊടുക്കുന്ന എപ്പോഴാണ് കൂടുതൽ ഇൻകം. സോ ബോണസ് പേയബിൾ നമ്മൾ എപ്പോഴും എന്താണ്, ബോണസ് കൊടുത്താൽ അല്ലെ, ഞാൻ അടുത്ത വർഷം ബോണസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇത്തവണ പോർഷൻ കിട്ടണം എന്ന് പറഞ്ഞ് ഡിഡക്ഷൻ കിട്ടില്ല. ആക്ച്വൽ പേയ്മെന്റ്. ഓക്കെ, സോ ഞാൻ ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിഡക്ഷൻ എടുത്തോ, അതായത് എന്താണെങ്കിലും ബാങ്കിലൂടെ കൊടുത്തിട്ടുണ്ടെന്നല്ല, അല്ലെങ്കിൽ പ്രൂഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഡക്ഷൻ എടുത്തോ, അല്ലെങ്കിൽ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ 43b പ്രകാരം ഉറപ്പായിട്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെടുത്തു, ഡിഡക്ഷൻ എടുത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ interest on borrowed capital, interest paid in respect of capital borrowed for the purpose of business or profession. Okay, so നമ്മുടെ ബിസിനസിന് വേണ്ടിയിട്ട് ബിസിനസിനെ ബിസിനസിന്റെ പർപ്പസിന് വേണ്ടി എന്തെടുത്തു, ലോൺ എടുത്തു. സോ നമുക്ക് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ. സോ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്, ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്, ആ ബിസിനസിന്റെ ലോൺ ടേക്കൺ ഫോർ ബിസിനസ് or profession. Okay, so ബിസിനസിന് ലോൺ വേണ്ടി എടുത്തിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ എന്താണ് അലൗഡ് ആസ് ഡിഡക്ഷൻ. സോ എന്റെ പേഴ്സണൽ പർപ്പസിനാണെങ്കിലും ഒരു കാരണവശാലും ഇവിടെ എന്ത് കിട്ടില്ല, നോട്ട് അലൗഡ്. ഓക്കെ, സോ ഇവിടെ പിന്നെ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ പർപ്പസിന് ലോൺ എടുത്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ NBFC എന്നൊക്കെ ആണെങ്കിൽ അലൗഡ് ആണ്. ബട്ട് സെക്ഷൻ 43b അട്രാക്ട് ചെയ്യും ഓൺ ആക്ച്വൽ പേയ്മെന്റ് ബേസിസ്. ഓക്കെ, സോ അതർ ഫ്രം അതേഴ്സിൽ നിന്നാണെങ്കിൽ അലൗഡ് ആണ്. ഇവിടെ 43b കുറിച്ച് പറയുന്നില്ല. ഓക്കെ, രണ്ട് സെനാരിയിലും ലോൺ ടേക്കൺ ഫോർ നമുക്ക് മനസ്സിലാകുന്ന ബിസിനസ് ഓർ പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അലൗഡ് ആണ്. പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ ബിസിനസിനോ പ്രൊഫഷനോ അല്ലാത്ത പർപ്പസിനാണെങ്കിൽ നോട്ട് അലൗഡ്. ഓക്കെ, സോ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ പ്രൊറേറ്റ എമൗണ്ട് ഷാൽ ബി amortized over the life of the zero coupon bond. Okay, then employers contribution to benefit of for the benefit of employees
സോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അപ്രൂവ്ഡ് ആൻഡ് ഫണ്ട് എല്ലാം എന്നുണ്ടെങ്കിൽ എന്താണ് അലൗഡ് ആണ്. അൺറെക്കഗ്നൈസ്ഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അൺഅപ്രൂവ്ഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊന്നും എന്താണ് നോട്ട് അലൗഡ് ആണ്. Then employers' contribution towards pension scheme 80 CCD നമ്മൾ ചാപ്റ്റർ 6 ലൊക്കെ പഠിക്കുന്നതാണ്. 80 CCD സബ്ജക്ട് ടു 43B ആണ്. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% of salary. Salary means basic plus DA in terms of employment. Okay. Then for 36 subsection 1 clause 4A, employer contribution towards welfare fund any sum paid by employer, employees contribution, employeeക്ക് വേണ്ടിയിട്ട് as contribution to provident fund എല്ലാം allowed ആണ്. Okay. Then ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 7 നമ്മുടെ ഇമ്പോർട്ടന്റ് ആണ്. ആനിമൽ യൂസ്ഡ് ഇൻ ബിസിനസ് അതർ ദാൻ സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഓക്കെ, സോ ആനിമൽസ് എന്തല്ല സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ കമ്പനിയുടെ അസറ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ, കമ്പനിയുടെ അസറ്റ് ആവണം. ബട്ട് നമ്മൾ ആനിമൽസ് യൂസ്ഡ് ഫോർ ഡിഡക്ഷൻ അലൗഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് അല്ലേ. സോ നമ്മൾ 1 ലക്ഷം രൂപ വാങ്ങിച്ചു. നമ്മൾ നോർമലി നമ്മുടെ അസറ്റിലൊക്കെ എന്ത് സംഭവിക്കും? റിട്ടേൺ ഓൺ വാല്യൂവിൽ എന്ത് സംഭവിക്കും? ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് ഡിമിനിഷ് ചെയ്തൊരു വാല്യൂ വരും. ഓക്കെ, ആനിമൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. ടാഞ്ചിബിളിൽ ക്ലാസ് 1 എന്താണ്? ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ആനിമലിന് എന്താണ് ഇതിനകത്ത്? പ്ലാന്റ് ആൻഡ് മെഷീനറിനകത്ത് ഒന്നും എന്താണ് ആനിമലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഡിഡക്ഷൻ അലൗഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ആനിമൽ ബിക്കംസ് പെർമനന്റ്ലി യൂസ്ലെസ് ഓർ ഡൈ. കോസ്റ്റ് ഓഫ് ആനിമൽ. ഓക്കെ, സോ എത്രയാണോ വാങ്ങിച്ചത് അത് തന്നെ എനിക്ക് എന്തായിട്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റും? ആ ഒരു ഇപ്പം 1 lakh rupees-നാണ് വാങ്ങിച്ചത്. ദെൻ അതിൻ്റെ ഒരു മറ്റേ ആ ഒരു ബോഡിക്ക് എന്തെങ്കിലും കിട്ടി, ഒരു 10,000 രൂപ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ആനയൊക്കെ ആണെങ്കിൽ അങ്ങനെ ആനയുടെ കൊമ്പ് അങ്ങനെയുള്ള 10,000 രൂപ കിട്ടിയെങ്കിൽ എന്താണ് നമുക്ക് ഈ മിച്ചമുള്ള 90,000 ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻറ്റയർ 1 lakh ഡിഡക്ഷൻ ആയിരുന്നു. ഡിപ്രീസിയേഷൻ അണ്ടർ സെക്ഷൻ 32 നോട്ട് അലൗഡ് ഫോർ ആനിമൽസ്. ബിക്കോസ് ആനിമൽസ് എന്താണ് ഒരു ക്ലാസ്സിലും വരുന്നില്ല, ടാഞ്ചിബിൾ ആണ്, ടാഞ്ചിബിൾ അസറ്റിനകത്ത് വരുന്നില്ല. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് ബാഡ് ഡെറ്റ്സ്. ബാഡ് ഡെറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ബാഡ് ഡെറ്റ്സ് മീൻസ് എന്താണ്? നമ്മൾ സെയിൽ നടത്തിയപ്പോഴത്തേക്കും എന്താണ് പേയ്മെന്റ് പിന്നീട്, സോ നമ്മുടെ ഡെറ്റേഴ്സ് ആയി. സോ പിന്നീട് എന്താണ് അത് കിട്ടാതാവുകയാണെങ്കിൽ. ഓക്കെ, സോ ഇവിടെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ആക്ച്വൽ ബാഡ് ഡെറ്റ്സ് റിലേറ്റഡ് ടു സെയിൽ എന്താണ് അലൗഡ് ആണ്. റിലേറ്റഡ് ടു ലോൺ ഇവിടെ നമുക്ക് നോട്ട് അലൗഡ് ആണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നമുക്ക് നോർമൽ ബിസിനസ്സിന് ഒന്നും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. സോ നമുക്ക് എന്താണ് ബാങ്കിങ് കമ്പനീസിനാണ്. ബാങ്കിങ് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ബാഡ് ഡെറ്റ്സ് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാഡ് ഡെറ്റ്സ് നമ്മളിപ്പോൾ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസസിയുടെ ബുക്സ് ഓഫ് റൈറ്റ് ഓഫ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. സോ ദാറ്റ് മീൻസ് ഇനി കിട്ടില്ല. സോ പിന്നീട് എപ്പോഴെങ്കിലും കിട്ടിയാൽ എന്ത് ചെയ്യും? നമ്മളത് 43 വെച്ചിട്ട് നമ്മൾ വീണ്ടും അത് 41 പറഞ്ഞ സെക്ഷൻ 41 വെച്ചിട്ട് taxability. Bad debt should be written off in the books of accounts of the assessee in the previous year in which deduction claimed. The debt should be taken into account for computing income of, for previous year. So sometimes നമ്മുടെ previous year ആയിരിക്കും receivables. So ആ previous yearന്റെ നമുക്ക് എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാതെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. സോ ഡെറ്റ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ 1920 ആയിരിക്കുക. സോ ഇവിടെ ഒരു ക്രെഡിറ്റ് സെയിൽസ് അല്ലെ, ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ നമുക്ക് ഡെറ്റേഴ്സ് വരുന്നത്. സോ ഡെറ്റേഴ്സ് ഒരു 1 lakh rupees കിട്ടാനുണ്ടായിരുന്നു, 1 lakh rupees. സോ ആ ഇയറിൽ തന്നെ പറയുന്നു ആ ഡെറ്റർ ബാങ്ക്രപ്റ്റ് ആയി, ബാങ്ക്രപ്റ്റ് ആയി ഈ 1 lakh കിട്ടാൻ. സോ ദാറ്റ് മീൻസ് ഇനി ഇത് കൊണ്ടു നടന്നിട്ട് ഒരു കാര്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? P&L ഡെബിറ്റ് ചെയ്യും ബാഡ് ഡെറ്റ്സ്, റിട്ടേൺ ഓഫ് അല്ലേ. സോ റൈറ്റ് ഓഫ്. ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, നേരെ മറിച്ച് ഇത് പ്രീവിയസ് ഇയർ 18-19 ഡെറ്റർ ആയിരുന്നു 1 lakh. സോ നമുക്ക് എന്താണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് P&L ക്രെഡിറ്റ് എന്ന് കാണിച്ചു, ക്രെഡിറ്റ് സെയിൽസ് എന്ന് കാണിച്ചു. ബട്ട് ഡ്യുവലായിട്ട് നമുക്ക് എവിടെയാണ് ബാലൻസ് ഷീറ്റിൽ എങ്ങോട്ട് പോകും? ഡെറ്റേഴ്സ് അല്ലേ. സോ അടുത്ത പ്രീവിയസ് ഇയർ 1920 ആക്ച്വലി ഇത് P&L വരില്ല. ബട്ട് ഇതുണ്ടോ ഏതെങ്കിലും പ്രീവിയസ് ഇയറിലെ കമ്പ്യൂട്ടിംഗ് ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഫോർ അക്കൗണ്ടിംഗ് ഫോർ കമ്പ്യൂട്ടിംഗ് ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഓർ ഇയർലി പ്രീ. സോ പ്രീവിയസ് ഇയറിൽ എന്താണ് ക്രെഡിറ്റ് സെയിൽ നടന്നത് ഓൾറെഡി ഇൻകോട്ട് കാണിച്ചു കഴിഞ്ഞു. സോ പ്രീവിയസ് ഇയർ 19 അസസ്മെന്റ് ഇയർ 2021 ഇയാൾ ബാങ്ക്രപ്റ്റ് ആയി. സോ ദാറ്റ് മീൻസ് കിട്ടാൻ പോകുന്നില്ല. സോ ആ ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാഡ് ഡെറ്റ്സ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് P&L എഴുതും. ബിക്കോസ് ഓൾറെഡി ഞാൻ എന്തായിട്ട് കാണിച്ചു? പ്രീവിയസ് ഇയറിൽ ഇൻകോ ആയിട്ട് കാണിച്ചു. അതാണ് പറഞ്ഞിരിക്കുന്നത്. നോ നീഡ് ടു പ്രൂവ് ബാഡ് ഡെറ്റ്സ് ഹാവ് ബീൻ become bad.
ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇങ്ങനെ എഴുതി കളഞ്ഞിട്ട് പിന്നീട് ഏതെങ്കിലും പ്രീവിയസിൽ കിട്ടുവാണെങ്കിൽ 41 പ്രകാരം നമുക്ക് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. ഓക്കെ, സെക്ഷൻ 41 പ്രകാരം. സോ ഓൾറെഡി നമ്മൾ എഴുതി കളഞ്ഞത് തിരിച്ചു കിട്ടുവാണെങ്കിൽ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. Where the amount of such bad debts are taken into account in computing income of the previous year ICD on the basis of ICDS without recording the same accounts. Such a debt shall allowed in the previous year in which such debt became bad, and it shall be deemed that such debt has been written off as irrevocable in the accounts. Okay, so ICDS പ്രകാരം എടുത്തിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ് വെച്ച് എടുത്തിട്ടുണ്ടെങ്കിലും സോ നമുക്ക് എന്ത് ചെയ്യാം, ബാഡ് ഡെറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്താൽ നമുക്ക് എന്താണ് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ നോക്കുക 36 സബ്സെക്ഷൻ 1 ക്ലോസ് 7. ഓക്കെ, ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്. സോ ബാങ്കിനാണ് കിട്ടുന്നത്. സോ നമുക്ക് എത്ര വരെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇന്ത്യൻ ബാങ്ക്സിനാണെങ്കിൽ 8.5%, 8.5% of gross total income before this deduction plus aggregate average advances made 10% of aggregate average advances made by rural branches. Okay, so ബാക്കിയുള്ള എല്ലാത്തിനും ഫോറിൻ എല്ലാത്തിനും ആണെങ്കിൽ എത്രയാണ് 5% of gross total income. Okay, so 5% of gross total, very important. വേണമെങ്കിൽ 8 ഇന്ത്യൻ ബാങ്ക്സ് ആണെങ്കിൽ 8.5%, യൂറോ ബാങ്ക് ഉണ്ടെങ്കിൽ ആവറേജ് അഗ്രിഗേറ്റ് ആവറേജ് അഡ്വാൻസിന്റെ 10%, രണ്ടും കൂടെ സം ചെയ്തത്. സോ ഫോറിൻ ബാങ്ക്, പബ്ലിക് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വേറെ NBFC എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും 5% ബിഫോർ ദിസ് ഡിഡക്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ Section 36 subsection 1 clause 9 expenses for promotion of family planning of employees. Okay, promotion of family planning of employees. Okay, employees in the family Indian company മാത്രമാണ് ഈ ഡിഡക്ഷൻ കിട്ടുന്നത്. Then റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എത്രയാണ് 100%, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ 5 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ വർഷം നമുക്ക് എന്നിട്ട് 1/5 അടുത്ത വർഷം റിമൈനിങ് 1/5, അങ്ങനെ 5 വർഷമാണ് കിട്ടുന്നത്. ഓക്കെ, സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 15 സെക്ഷൻ പറഞ്ഞ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്യുന്ന സെനാരിയോയിൽ. ദെൻ സെക്ഷൻ 36 സബ്സെക്ഷൻ 1 ക്ലോസ് 8. ഓക്കെ, ട്രാൻസ്ഫർ ടു സ്പെഷ്യൽ റിസർവ്. Transfer to special reserve. This reduction is allowed for financial corporation engaged in providing long-term finance 5 years or more. Amount of deduction, actual amount transferred to special reserve, 20% of GP before deduction, 200% of share capital plus general reserve minus opening balances in special reserve whichever is lower. Okay, any amount withdrawn from this reserve shall be treated as PGP under section 41 subsection. So that means നമുക്ക് ഈ പറയുന്ന ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എൻഗേജ് ഇൻ പ്രൊവൈഡിംഗ് ലോങ് ടേം ഫിനാൻസിന്റെ കേസിൽ ഡിഡക്ഷൻ വരുന്നത് ആക്ച്വൽ എമൗണ്ട് ട്രാൻസ്ഫർഡ് അല്ലെങ്കിൽ 20% ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവിന്റെ 200% ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവിന്റെ അതിൽ നിന്ന് എന്താണ് മൈനസ് ഓപ്പണിംഗ് ബാലൻസസ് ഇൻട്രസ്റ്റ്. ദാറ്റ് മീൻസ് എത്ര വരെ മാക്സിമം ആ ഒരു 80 വരെ മാത്രമേ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ്. സോ ഇവിടെയാണ് ആ ഒരു ഇത് വരുന്ന 200 മൈനസ് opening balances in special whichever is lower, balance in special reserve whichever is lower. Okay, so that means actual 20% of PGPP, then share capital and 200%. That means എത്രയാണ് ഇപ്പം ഓപ്പണിംഗിൽ എത്ര ഉണ്ടോ അതിന് ശേഷം എത്രയാണ് ഇട്ടും കൂടി ചേർത്തുന്ന 200% ഓഫ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ജനറൽ റിസർവ്, അതിൽ നിന്ന് ബാലൻസ് റിസർവിൽ എത്ര ഉണ്ട്. ഓക്കെ, ഈ പറഞ്ഞ സ്പെഷ്യൽ റിസർവ് എത്ര ഉണ്ട് അത് കുറച്ച് കിട്ടുന്നത്. ഇതിൽ ഏതാണോ ലീസ്റ്റ് അതുവരെ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ എടുക്കാം. ഓക്കെ, ദെൻ പർച്ചേസ് ഓഫ് ഷുഗർ കെയിൻ. Purchase of sugarcane, expenditure incurred by cooperative society engaged in business of manufacturing of sugar for the purchase of sugarcane at the price equal to, which is equal to or less than the price fixed by government is allowed as deduction. Okay, so then so government equal price അല്ലെങ്കിൽ amount government fix ചെയ്തിരിക്കുന്നു, അതിൽ ഏതാണോ ലീസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. Then mark to mark loss വന്നു കഴിഞ്ഞാൽ ICDS പ്രകാരം അലൗഡ് ആണ്, അതർ ആണെങ്കിൽ നോട്ട് അലൗഡ്. സോ ഇതാണ് ഇന്ത്യൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ് പ്രകാരം അലൗവബിൾ ആണ്,
അല്ലെങ്കിൽ അലോവബിൾ അല്ല. ദെൻ നെക്സ്റ്റ് വൺ ജനറൽ ഡിഡക്ഷൻ 37 സബ്സെക്ഷൻ 1. ഓക്കെ, എക്സ്പെൻഡിച്ചർ നമുക്ക് നമ്മൾ നേരത്തെ ഒരു സെനാരിയോ പറഞ്ഞിരുന്നു. സെക്ഷൻ 31 എടുത്തപ്പോഴത്തേക്കും ഇതാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിന് എടുത്താൽ അല്ലേ. സോ ഇവിടെ നമുക്ക് നോക്കാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷൻ നമ്മൾ പറഞ്ഞു 37 സബ്സെക്ഷൻ 1 അലൗഡ് ആണെന്ന് പറഞ്ഞായിരുന്നു. സോ അതിന്റെ റീസൺ നോക്കാം. An expenditure shall be allowed under section 37 if provided it is not in the nature of expenditure. Section 30 to 36 it is not a capital expenditure, it is not a personal expenditure of assessee, it is later on only exclusively for the purpose of business or profession, it is not engaged in any purpose offense prohibited by law. Okay, an expenditure engaged by assessee on CSR activity. Okay, CSR activity ആണെങ്കിൽ എന്തായിരിക്കണം, അത് കിട്ടില്ല, നോട്ട് ആൻ എക്സ്പെൻഡിച്ചർ. സോ ദാറ്റ് മീൻസ് എന്താണ്, 30 to 36 വരരുത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആകരുത്, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ആകരുത്, ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ആകണം. ദെൻ എന്തായിരിക്കണം, എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പർപ്പസ് എന്തായിരിക്കണം, പ്രൊഹിബിറ്റഡ്. ഓക്കെ, ഇല്ലീഗൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് നമുക്ക് ഫൈനൽ ലെവലിലൊക്കെ കേസുകളൊക്കെ ഒക്കെ ഉള്ളതാണ്. ഇപ്പം ഞാനൊരു തിയേറ്ററാണ് നടത്തുന്നത്, ദെൻ അവിടെ തിയേറ്ററിൽ വന്ന ആൾക്കാർ നശിപ്പിക്കുകയാണെങ്കിൽ ഗുണ്ടകൾക്ക് ഞാൻ കാശ് കൊടുക്കണം, ഗുണ്ടകൾക്ക് കാശ് കൊടുക്കുകയാണ്. സോ ഗുണ്ടകൾക്ക് കാശ് കൊടുക്കാൻ ശരിക്കും അവരെന്താണ്, ആരെങ്കിലും വന്ന് മോശമായിട്ടാണെങ്കിൽ ഗുണ്ടകൾ പിടിച്ച് അവിടെ ഓടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ അവിടെ ഉണ്ടാകും ശരിക്കും ഞാൻ എന്താണ്, ബിസിനസ്സിന്, ഗുണ്ടകൾക്ക് വേറെ ഒന്നുമല്ല, എൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടിയാണ്, എൻ്റെ പേഴ്സണൽ പർപ്പസിനല്ല, എൻ്റയർലി ഫോർ ദ പർപ്പസ് ഓഫ് റവന്യൂ ആണ്. ബട്ട് 30 to 36 കവർന്നത്, ബട്ട് എന്താണ്, പ്രൊഹിബിറ്റഡ് ബൈ ലോ. ഓക്കെ, സോ എൻ്റെ എംപ്ലോയി ഒന്നുമല്ല അവർ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ദെൻ പോലീസ് മാനിന് ബ്രൈബ് കൊടുക്കുന്ന സെനാരിയോ ആണെങ്കിലും എന്താണ്, എൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയാണ്. ശരിക്കും ഒരിക്കലും സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്ന പോലെ ആകുന്നില്ല. സോ പ്രൊഹിബിറ്റഡ് ബൈ ലോ ആണെങ്കിൽ ഇതിനകത്ത് വരത്തില്ല. സോ നമുക്കുണ്ടോ പ്ലാന്റ് ആൻഡ് മെഷീനറി റെന്റിന് എടുക്കുന്നതാണെങ്കിൽ 37 നോക്കാം, 30 to 36 കവർ ചെയ്യുന്നില്ല, 31 കവർ ചെയ്യുന്നില്ല, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടിയാണ്, പ്രൊഹിബിറ്റഡ് ബൈ ലോ അല്ല. ഓക്കെ, സോ CSR ആക്ടിവിറ്റി സെക്ഷൻ 135 കമ്പനീസ് ആക്ട് 2013 130 പ്രകാരം CSR ആക്ടിവിറ്റി അല്ല. സോ നമുക്ക് ഇവിടെ ദാറ്റ് മീൻസ് എന്താണ്, 30 to 36 വരാത്ത എക്സ്പെൻഡിച്ചർ CSR എക്സ്പെൻഡിച്ചർ അല്ല, പ്രൊഹിബിറ്റഡ് ബൈ ലോ അല്ല, പേഴ്സണൽ എക്സ്പെൻഡിച്ചർ അല്ലാത്തതെല്ലാം എവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം, സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം നമുക്ക് പാർക്ക് ചെയ്യാം. സോ ഇത്രയാണ് 30, ഇവിടെ വരെയാണ് നമുക്ക് നമ്മുടെ സ്പെസിഫിക് ഡിഡക്ഷൻസ് വരുന്നത്. സെക്ഷൻ 30 നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തു, 30, 31, then 32 ഇൻഡെപ്തായിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ, then 33 AB ഓക്കെ ആയിരുന്നു, then 35 വെരി ഇമ്പോർട്ടൻറ്റ്, then 36 കുറച്ച് സെഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിന് വരാറുണ്ട്. ദെൻ ബാങ്കിൻ്റെ സെനാരിയോ വരാറുള്ളതാണ്, ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ 3-4 ദെൻ ബാഡറ്റ്സിൻ്റെ വരാറുള്ളതാണ്. ദെൻ ആനിമൽസിൻ്റെ സെനാരിയോയിൽ ദെൻ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഫോർ ബിസിനസ് ഓർ പ്രൊഫഷണൽ പർപ്പസ്. ഓക്കെ, ദെൻ 37 സബ്സെക്ഷൻ 1. സോ ഇത്രയാണ് നമ്മുടെ സ്പെസിഫിക് ഡിഡക്ഷൻസ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ റിമൈനിങ് പോർഷൻ ആയിട്ടുള്ള 37 സബ്സെക്ഷൻ 2B മുതൽ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം. സോ ഇത്ര വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് വരുന്നുണ്ട്. 40A IA, 40A IA, 40B, then 44AB, 44AD, 44ADA and 44AE. So very important. നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.